ഏതെങ്കിലും ഒരു സർജോ എന്തെങ്കിലും ഹൈ വോൾട്ടേജോ ലൈറ്റിംഗ് എല്ലാം അടിക്കുമ്പോൾ വരുമ്പോൾ ഇത് ത്രൂ പോയി ഈ ഇൻസുലേറ്റർ പോയിട്ട് നേരെ അത് ഗ്രൗണ്ടായി താഴത്തോട്ട് പോകും, എർത്തായി പോകും. അതിന് വേണ്ടിയാണ് അത്. പിന്നെ നോക്കി അവിടെ നിന്ന് നേരെ കണക്റ്റഡ് ആയിട്ട് വന്ന് ഇത് എവിടെ വന്നു? DO ഫ്യൂസിലോട്ട് വന്നു. നിങ്ങൾക്ക് അവിടെ കാണാൻ തോന്നുന്നു ഒരു കമ്പി, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു നേല് പോലെ കാണാം. അതാണ് ഫ്യൂസ്. ആ ഫ്യൂസിന്റെ ഔട്ട്പുട്ടാണ് നേരെ ട്രാൻസ്ഫോമറിന്റെ ബുഷിങ്ങിൽ പ്രൈമറി സൈഡിലോട്ട് വന്ന് കയറുന്നത്. അപ്പൊ നിങ്ങളുടെ പ്ലാന്റിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കില്ല ട്രാൻസ്ഫോമർ വെച്ചിരിക്കുന്നത്. ഈ DO ഫ്യൂസിന്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു കേബിൾ വഴി നിങ്ങളുടെ സബ്സ്റ്റേഷനിലോട്ട് എടുക്കും, ട്രാൻസ്ഫോമറിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി കേബിൾ വഴി എടുക്കും. ഇതാണ് ഒരു ഡബിൾ പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് കടക്കാം. നമ്മൾ അടുത്തതിന് RMU ആ റിലേറ്റഡ് ടോപ്പിക്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഒരു RMU? RMU എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐഡിയ ആർക്കെങ്കിലും ഉണ്ടോ? സമയം കൊടുക്കാം. പോവാം. ഒരു RMU എന്താന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോ CCV എന്നുള്ള എഴുതിയിട്ടുണ്ട്. എന്താണ് CCV, CVC, CVV എന്നൊക്കെ പറഞ്ഞാലുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പ് RMUയുടെ പിക്ചർ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സാധനം റോഡ് സൈഡിലൊക്കെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ പേരാണ് RMU, റിംഗ് മെയിൻ യൂണിറ്റ് എന്നുള്ളതാണ് അതിന്റെ പേര്. റിംഗ് മെയിൻ യൂണിറ്റ്. അപ്പൊ എന്താണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ അകം എങ്ങനെയിരിക്കും? ഈ കാണുന്നത് VCB ആണ്. This one is a VCB. ഇതതിന്റെ എയർ സ്വിച്ച്, LBS അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആദ്യം മുതൽ RMU എന്താണ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. RMU എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെന്റ് വേറെ ഒന്നുമല്ല, SF6 ഗ്യാസ് ഉപയോഗിച്ചു സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് RMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് ഇസ് യൂസ് ടു കൺട്രോൾ ദ നെറ്റ്വർക്ക് ആൻഡ് പ്രൊട്ടക്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറും നെറ്റ്വർക്കും പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു കൺട്രോൾ ഫംഗ്ഷന് വേണ്ടി മാത്രമാണ് നമ്മൾ RMU ഉപയോഗിക്കുന്നത്. അത് 3 or 4 സ്റ്റാൻഡേർഡ് കോൺഫിഗറേഷനിലുണ്ട്. പിന്നെ അതനുസരിച്ചുള്ള നമ്മുടെ എന്താ പറയാ ആപ്ലിക്കബിലിറ്റി അനുസരിച്ച് നമുക്ക് അതിന്റെ കോൺഫിഗറേഷൻ മാറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കാം. അപ്പോ ഇതിൽ എന്തൊക്കെയാണ് ഡിഫറെന്റ് കോൺഫിഗറേഷൻ എന്നുള്ളതിന്റെ റെലവൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടു CVC, CCV, CVV, CFF, CCC, അങ്ങനെ ഇതൊക്കെ എന്താന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പൊ C എന്ന് പറയുന്ന സ്വിച്ചിൻ ഡിനോട്ട് ചെയ്യുന്നത് അതെന്താണ്? ആ ഡിനോട്ടേഷൻ എന്താന്ന് വെച്ചാൽ കേബിൾ ലോഡ് സ്വിച്ച് മൊഡ്യൂൾ ആണ് C എന്ന് പറഞ്ഞ ഡിസ്കണക്ടിങ് സ്വിച്ച് ആണ്. നോർമൽ ഭാഷയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ആൻ ലോഡ് ബ്രേക്ക് സ്വിച്ച്. LBS ആണ്. ലോഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അത് ഓൺ ലോഡ് പർപ്പസിന് ഉപയോഗിക്കാം. അപ്പൊ C എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് എ ഡിസ്കണക്ടിങ് സ്വിച്ച്. അവിടെ ഫ്യൂസ് ഇല്ല, നിങ്ങൾ പ്രത്യേകം ഓർത്തോളണം, അവിടെ ഫ്യൂസ് ഇല്ല. C എന്ന് പറഞ്ഞാൽ കേബിൾ ലോഡ് സ്വിച്ച് മൊഡ്യൂൾ ആണ്, ഡിസ്കണക്ടിങ് സ്വിച്ച് ആണ്. നിങ്ങൾ F എന്ന് കണ്ട എന്താണ് അതിന്റെ മീനിങ്? ലോഡ് ഫ്യൂസ് വിത്ത് സ്വിച്ച് കോമ്പിനേഷൻ മൊഡ്യൂൾ. ലോഡ് ഫ്യൂസ് സ്വിച്ച് കോമ്പിനേഷൻ മൊഡ്യൂൾ, അവിടെ ഒരു ഫ്യൂസും കൂടിയുണ്ട്. ലോഡ് ബ്രേക്സ് സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് ആണ്. അതായത് LBSFU വരാണെങ്കിൽ F എന്നുള്ള ഡിനോട്ടേഷൻ വരും. ഇനി V എന്ന് കണ്ടാൽ എന്താണ്? സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ഡിസ്കണക്ടിങ് സ്വിച്ച് കോമ്പിനേഷൻ മൊഡ്യൂൾ. സർക്യൂട്ട് ബ്രേക്കർ ആണ് V എന്ന് പറഞ്ഞാൽ. അപ്പോ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ്, CV എന്ന് പറഞ്ഞ RMU പറഞ്ഞ എന്തായിരിക്കും ഒരു മീനിങ്? അതിൽ ഒരു LBS ഉണ്ടാവും, ഒരു സർക്യൂട്ട് ബ്രേക്കർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു VCB എന്ന് നമുക്ക് പറയാം. ജനറലൈസ് ചെയ്ത് VCB ആണ് വരിക. ഒരു സർക്യൂട്ട് ബ്രേക്കർ, ഒരു LBS ഉണ്ടാവും, ഒരു സർക്യൂട്ട് ബ്രേക്കർ ദാറ്റ് ഇസ് VCB ഉണ്ടാവും. ഇപ്പൊ CV എന്ന് പറഞ്ഞ കോൺഫിഗറേഷൻ അതാണ്.
അപ്പൊ CCV എന്നുള്ള ഒരു കോൺഫിഗറേഷനും കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. CCV അപ്പൊ എന്താണ് അതില് 2 ലോഡ് ബ്രേക്ക് സ്വിച്ച് ഉണ്ടാവും, ഒരു VCB ഉണ്ടാവും. അപ്പോ ഇതില് ഞാൻ പറഞ്ഞു ലോഡ് ബ്രേക്ക് സ്വിച്ചിന്റെ VCB ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏതാണ് ഇൻകമറും ഏതാണ് ഔട്ട് ഗോയിങ് എന്നുള്ളതിന് റെലവൻസ് ഉണ്ട്. ഇൻകമർ എന്ന് പറഞ്ഞാൽ ലോഡ് ബ്രേക്ക് സ്വിച്ച് ആയിരിക്കും എപ്പോഴും നമ്മൾ ആർമിയുടെ ഇൻകമർ ആയിട്ട് ഉപയോഗിക്കുക. ലോഡ് ബ്രേക്ക് സ്വിച്ച്. CV ആണെങ്കിൽ സിയിൽ വന്നായിരിക്കും നമ്മൾ സപ്ലൈ KCB നിന്ന് സപ്ലൈ കയറ്റുന്നത് സിയിലായിരിക്കും, ബിയിലായിരിക്കും നമ്മുടെ സബ്സ്റ്റേഷനിലോട്ട് ഔട്ട്പുട്ട് എടുക്കുക. ഓക്കെ, CCV എന്നുള്ള കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ സ്പെഷ്യാലിറ്റി? 2 LBS ഒരു VCB. നോർമലി അത് ഉദ്ദേശിക്കുന്ന വേറൊന്നിനുമല്ല, KCBക്ക് ലൂപ്പ് ലൈൻ എടുക്കാൻ വേണ്ടിയാണ് CCV എന്നുള്ള ഒരു കോൺഫിഗറേഷൻ ഉപയോഗിക്കുന്നത്. CCV ലൂപ്പ് ലൈൻ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിന് വേണ്ടിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലൈൻ നിങ്ങളുടെ പ്ലാന്റിന്റെ അവിടെ ഒന്ന് അല്ലെങ്കിൽ ഓഫീസിന്റെ അവിടെ ഒന്ന് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത LBS നിന്ന് കയറ്റി വീണ്ടും പോസ്റ്റ് കയറ്റി ഇതാക്കും. അതായത് ഏതെങ്കിലും ഒരു സെക്ഷൻ മാത്രം ഓഫ് ചെയ്യണമെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ CCV എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ബിന്ന് നിങ്ങളുടെ ട്രാൻസ്ഫോമറിലോട്ട് പോവുകയും ചെയ്യും, അതിലൊരു മാറ്റമില്ല. പിന്നെ വേറൊരു കോൺഫിഗറേഷൻ ഉണ്ട്. അത് വേറൊന്നുമല്ല, 2 CCVയില് നമ്മൾ 2 ഫീഡർ നമ്മൾ KCBന്ന് എടുക്കും. അതൊരു കപ്ലർ ത്രൂ, അത് അറ്റ് എ ടൈം ഒരു സപ്ലൈയെ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഒരു മെയിൻ്റെനൻസ്, ഇപ്പൊ നിങ്ങളുടെ പമ്പിംഗ് സ്റ്റേഷൻ ആയതുകൊണ്ട് ഒരു മെയിൻ്റെനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫീഡറിൽ മൊത്തം കാലത്ത് ഒരു വൈകുന്നേരം വരെ സപ്ലൈ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ 2 സപ്ലൈ വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചിലപ്പോൾ ഒരു ഫീഡറൊക്കെ തരുന്നുണ്ടാവും. ഒരു സപ്ലൈ KCBയുടെ ഹലോ ആർമിയുടെ പിക്ചർ ഒന്ന് കാണിക്കാമോ? കാണിക്കാം. ഇതിന്റെ ഇൻസൈഡ് പിക്ചർ ആണ്. ഇത് 4 കണ്ടോ, 4 കോൺഫിഗറേഷൻ ഉണ്ട്. ഇത് നമുക്ക് വേണ്ടി CCVV എന്ന് വേണ്ടി നമുക്ക് പറയാം. 2 LPS ഇവിടെയും 2 VCB. വേറൊന്നുണ്ടോ? ഏതാ? ഒന്ന് പറയാമോ സാറേ? കേട്ടില്ല. ഞാനേ എന്റെ സെല്ലിലെ സൈക്ക കഴിഞ്ഞിട്ട് അവിടുത്തെ ഓവർസീറോട് ആയിരുന്നു വായിക്കും. ആ പെണ്ണ് തരുമ്പോ തന്നെ ഞാൻ ചോദിക്കില്ലായിരുന്നു. നിഖിൽ സാറ് ആരാ ഡൗട്ട് ചോദിച്ചതാണോ? അല്ല, അത് സാർ അത് ഒരു സാറിന്റെ മ്യൂട്ട് ചെയ്യണേ. പ്രസന്റ് ചെയ്താൽ മതി സാർ. അല്ല, ആർമിന്റെ ഒരു പിക്ചർ കാണിക്കാൻ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ റോഡ് സൈഡിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സാറിന്റെ വേറെ ഏതെങ്കിലും ഇത് ഹൗളിംഗ് ആയിട്ട് കേൾക്കുന്നുണ്ടോ സാർ? വേറെ ഏതെങ്കിലും ഓൺ ആണോ മൊബൈൽ എന്തേലും? നിങ്ങൾ സാറേ ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഇതാണ് RMU എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ റോഡ് സൈഡിൽ പല സ്ഥലത്തും വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. DP സ്ട്രക്ചറിന്റെ അടുത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന്റെ പിക്ചർ ഞാൻ ഒരെണ്ണം അയച്ചു തരാം. എന്റെ ആ സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം കാരണമാണ്. അതിന്റെ ഇൻസൈഡ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കിയേ, ഇപ്പൊ 4 കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് 4
സ്വിച്ചുകൾ ഇതിലുണ്ടെന്നുള്ള അതിന്റെ മീനിങ്. ഇപ്പൊ 2 LBS ആയിരിക്കും, 2 VCB ആയിരിക്കാം, 2 LBS അല്ലെങ്കിൽ 3 LBS ഒരു VCB ആവാം. ഇങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ ദ പർപ്പസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് കോൺഫിഗർ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞു CCVV എന്നുള്ള ഇത് ഞാൻ പറഞ്ഞു. അപ്പൊ അതില് എന്തായിരിക്കും വരിക? ഇപ്പൊ ഇവിടെ ഇതൊരു LBS ആയിരിക്കും, ഇതൊരു LBS ആയിരിക്കും. അപ്പൊ ഇതില് ഒരെണ്ണം നമ്മുടെ KCB വന്ന് സപ്ലൈ വന്ന് ഇതിലോട്ട് കയറും. ഇതിൽ നിന്നായിരിക്കും ഈ LBS അപ്പൊ എന്ത് പർപ്പസിനാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ ലൂപ്പ് ലൈനിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് 2 ഫീഡർ വേറൊരു ഫീഡറും കൂടി വന്നിട്ട് ഇത് രണ്ടും കൂടി കപ്പിൾ ചെയ്ത് അറ്റ് എ ടൈം ഒരെണ്ണം വർക്ക് ചെയ്യണ രീതിയിൽ നമുക്ക് ഔട്ട് ഗോയിങ് എടുക്കാം. ഇതാണ് RMU എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റ്. അതാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്? ഇതിനായിരിക്കും RMU ഉപയോഗിക്കുന്നത്. നമ്മൾ കോൺഫിഗറേഷൻ നമ്മൾ നോക്കി, CCV അങ്ങനെയുള്ള പല കോൺഫിഗറേഷൻ എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇനി അതിന്റെ കാര്യങ്ങൾ പറയാണ്. കംപ്ലീറ്റ്ലി സീൽഡ് സിസ്റ്റം വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്ക് കണ്ടെയ്നിങ് ഓൾ ലൈവ് പാർട്സ് ആൻഡ് സ്വിച്ചിങ് ഫംഗ്ഷൻസ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ടാങ്ക് ആണ്. നിങ്ങൾ റോഡ് സൈഡിലൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് എന്താന്നുള്ളത്. പിന്നെ ഉള്ളത് എന്താണ്? അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ സെൻസർ, ഹൈ ലെവൽ ഓഫ് റിലയബിലിറ്റി, പേഴ്സണൽ റിലയബിൾ ആണ്. അതാണ് RMUയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിലയബിൾ ആണത്. റിലയബിലിറ്റി ആണ് RMUവിനെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് യൂസർ ഫ്രണ്ട്ലി ആക്കുന്നത്. അപ്പോ അതിന്റെ കോൺഫിഗറേഷൻ നമ്മൾ എന്താന്നുള്ളത് നോക്കി. അതിന്റെ സ്റ്റാൻഡേർഡ്സ് ആണ്. IECയുടെ സ്റ്റാൻഡേർഡ് ആണ് ഈ പറയുന്നത് 62271 IEC എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ. നിങ്ങൾ പല സ്റ്റാൻഡേർഡ്സും വായിക്കുമ്പോൾ IEC എന്നുള്ള വേർഡ് കാണാം. ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ എന്നുള്ളതാണ് IECയുടെ പേര്. പിന്നെ അതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, അതിന്റെ ഹ്യൂമിഡിറ്റി, അതിന്റെ കാര്യങ്ങൾ എന്താണ്, ഷെയ്ക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിന്റെ പറയുന്നുണ്ട് നമ്മള്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ആണ് SF6 ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു സർക്യൂട്ട് ബ്രേക്കർ ആണ്, VCB ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ SF6 ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് അതിന്റെ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. അതിന് ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ്, ഗുഡ് ഇൻസുലേറ്റർ ആണ്, ആർക്ക് കൊഞ്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം 11 kV വോൾട്ടേജ് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ആർക്ക് ഉണ്ടാവുക, അത് നമുക്ക് പെട്ടെന്ന് അത് കൊഞ്ച് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും കയറുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് ആ ഒരു സേഫ്റ്റിക്ക് ആർക്ക് കൊഞ്ചിങ് മീഡിയം എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ SF6 ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതലാണ്, ഹൈ ടെമ്പറേച്ചറിലും, നോൺ ഫ്ലെയിമബിൾ ആണ്. അതൊക്കെയാണ് SF6 ഗ്യാസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് RMUവിൽ നോർമലി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് ഇത്. അപ്പൊ ഇതിന്റെ എമിഷനും കാര്യങ്ങളെല്ലാം കുറക്കാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കണം. അപ്പോ ആ പിക്ചറിൽ നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, ഇവിടെ നിങ്ങളൊരു ഇത് കണ്ടോ, ഒരു മാനോമീറ്റർ നിങ്ങൾ കണ്ടോ? അപ്പൊ അതിൽ നിങ്ങൾ കണ്ടോ ഒരു നീഡിലും ആ ഗ്യാസിന്റെ ഇൻഡിക്കേഷൻ ലെവലാണ് ഇവിടെ കാണിക്കുന്നത്. SF6 ഗ്യാസിന്റെ ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ SF6 ഗ്യാസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസുലേറ്റിംഗ് മീഡിയവും ആർക്ക് കൊഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ പെർഫോമൻസും അതിന്റെ പ്ലാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സ്ലൈഡുകളിൽ ഇനി ബാക്കിയുള്ളതിലൊക്കെ കൊടുത്തേക്കുന്നത്. അതിന്റെ കംപ്ലയൻസും അതെന്തൊക്കെ ചെയ്യണം, അതിന്റെ ഗ്യാസിന്റെ എമിഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കണം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, RMU നിങ്ങൾക്ക് അറിയാം LBS ആണ്, VCB ആണെന്ന് ഞാൻ പറഞ്ഞു. VCB ആണെങ്കിൽ അവിടെ വാക്യൂം അല്ലേ ഉപയോഗിക്കേണ്ടത്? ഞാനൊരു ചോദ്യമാണ് ചോദിക്കുകയാണ്, വാക്യൂം അല്ലേ ഉപയോഗിക്കേണ്ടത് ശരിക്കും? അപ്പൊ അതില് ഞാൻ പറഞ്ഞു തരാം, വാക്യൂം ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും SF6 മീഡിയം ആണ് നോർമലി RMUകളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ VCB എന്ന് പറഞ്ഞാലും അതിന്റെ ഇൻസുലേറ്റിംഗ് മീഡിയം SF6 ഗ്യാസ് തന്നെയായിരിക്കും അതിൽ ഉപയോഗിക്കുക. ഞാൻ അതിൽ കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ABB റിംഗ് മെയിൻ യൂണിറ്റ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ SF6 ഗ്യാസ് വെച്ചിട്ടാണ് അതിന്റെ എന്ത് ചെയ്യുക, ആർക്ക് കൊഞ്ചിങ്ങും ഇൻസുലേഷനും നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു പുതിയൊരു ഇതായിരിക്കും, ഫീഡർ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്.
ഫീഡർ റിമോട്ട് ടെർമിനൽ യൂണിറ്റ്, FRTU എന്ന് പറയും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് RMU മാത്രം പോരാ, RMU വിത്ത് FRTU വേണം. RMU വിത്ത് FRTU വേണം നോർമലി നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെയാണ് ഇപ്പൊ KCB പലയിടത്തും പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ എന്തായിരിക്കും FRTUയുടെ അഡ്വാൻറ്റേജ്? അത് ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ലോഡ് സെന്ററിൽ നമുക്കറിയാം, കേരളത്തിലെ ലോഡ് സെന്റർ ഇരിക്കുന്നത് കളമശ്ശേരിയിലാണ്. അപ്പൊ കളമശ്ശേരിലൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് ഒരു RMU വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പാരാമീറ്റേഴ്സ് വെരിഫൈ ചെയ്യാനും അതിന് എന്തെങ്കിലും ഫോൾട്ടുകൾ വരുന്നുണ്ടോ, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും. അത് സിം വഴി നമുക്ക് ഡാറ്റ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ RMU മാത്രമല്ല ഇപ്പൊ KCB പ്രിഫർ ചെയ്യുന്നത്, RMU വിത്ത് FRTU ആണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സൈറ്റുകളിൽ ഇനി ഫർദർ RMU കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ ഗോ ഫോർ RMU വിത്ത് FRTU. അപ്പൊ അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ റിയൽ ടൈമിൽ എല്ലാ പാരാമീറ്റേഴ്സ് നമുക്ക് മോണിറ്റർ ചെയ്യാം, ലോഗ് ഡാറ്റ ഓട്ടോമാറ്റിക്കലി എടുക്കാം, ലോഡിന്റെ നേച്ചർ നമുക്ക് സ്റ്റഡി ചെയ്യാം, എങ്ങനെയാണ് ആ ലോഡ് പോകുന്നത്, എന്തൊക്കെയാണ് അവിടെ എന്തെങ്കിലും ഡിമാൻഡ് കൂടാനുള്ള ചാൻസ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ അബ്നോർമാലിറ്റി നമുക്ക് കാര്യങ്ങൾ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിന്റെ ഇതാണ് മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി, റിലയബിലിറ്റി, അവൈലബിലിറ്റി, ബാലൻസ് എനർജി, മാനേജ് ഇലക്ട്രിക്കൽ ഫോൾട്സ്, അങ്ങനെയുള്ള എല്ലാ, അതാണ് FRTU എന്നുള്ള കൺസെപ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ RMUയുടെ പിക്ചർ കണ്ടു, ഇതാണ് അകത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. ഇത് CV എന്നുള്ള കോൺഫിഗറേഷന്റെ ആണ് ഇപ്പൊ കാണിച്ചേക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടു, 4 എണ്ണം കണ്ടു. അപ്പൊ CCVV എന്നുള്ള കോൺഫിഗറേഷൻ ആയിട്ട് നമുക്ക് ഇത് എടുക്കാം. അതിന്റെ ഔട്ട്സൈഡ് എങ്ങനെ ഇരിക്കണം എന്നുള്ളതാണ് അത് നോക്കുന്നത്. പിന്നെ നമ്മള് LBS-ലോട്ട് പോവാണ്, ലോഡ് ബ്രേക്ക് സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ്. എന്തായിരിക്കും ഒരു LBS എന്ന് പറഞ്ഞാൽ? LBS എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ, ഇപ്പൊ ട്രാൻസ്ഫോമർ ആണെങ്കിൽ മീറ്ററിംഗ് ബാൻഡ് എന്തോ കഴിഞ്ഞിട്ട് ഒരു ഐസൊലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ലോഡ് ബ്രേക്ക് സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ്. അവിടെ ഫ്യൂസും കൂടി ഉണ്ട്. ഇപ്പൊ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്ക് നമുക്ക് പറയാം, ഫ്യൂസും കൂടി അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഒരു ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് കാണാം, ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിലാണ് ഇരിക്കുന്നത് ഒരു സ്വിച്ച് ഗിയർ ഇരിക്കുന്നത്. ചിലപ്പോൾ അത് LBS ആകാം, VCB ആകാം, വാട്ട് എവർ ഇറ്റ് മേ ബി, എന്ത് വേണമെങ്കിലും ആവാം. ഡിപ്പെൻഡിങ് ഓൺ ദ പർപ്പസ് ആണ് അത് LBS ഓ VCB ഓ എന്താണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുകയും അത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യാം. അപ്പൊ അതിന്റെ ഇൻസൈഡ് പിക്ചറാണ് ഈ കാണുന്നത്, ഒരു LB ലോഡ് ബ്രേക്ക് സ്വിച്ചിന്റെ. ഇത് നിങ്ങൾ കണ്ടോ, ഒരു ബ്ലാക്ക് ഇത് കണ്ടോ, അതാണ് അതിന്റെ ഫ്യൂസ് എലമെന്റ് ആണത്. ഫ്യൂസ് ആണ് ആ കാണുന്നത്. അപ്പോ നിങ്ങൾ അത് ആ ഒരു പ്ലഞ്ചർ വെച്ചിട്ട്, അതായത് ഹാൻഡിൽ വെച്ചിട്ട് നമ്മൾ അത് മൂവിങ് അപ്പും ഡൗണും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ കോണ്ടാക്ട് ഒന്ന് വീണ് ഫ്യൂസിൽ ഓൾറെഡി അബ്നോർമാലിറ്റി ഒന്നും ഇല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്ത് കറണ്ട് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നു. അപ്പൊ ഫ്യൂസും ഇതും RMUലും അതിന് റെലവൻസ് ഉണ്ട്. LBS-ൽ ഇതാണുള്ളത്. VCB നിങ്ങളുടെ സ്റ്റേഷനുകളിൽ ഒരുപാട് ഉണ്ടാവും. കാരണം വെച്ചാൽ പമ്പിംഗ് സ്റ്റേഷനിൽ മെജോറിറ്റി 1000, 1250, 1600 ട്രാൻസ്ഫോമർ ഒക്കെയാണ്. 1000 അപ്പോൾ എന്തായാലും VCB വേണം. പുതിയ റെഗുലേഷനിൽ എന്താ പറയുന്നത് ഞാനിപ്പോൾ പറയാം. ഇങ്ങനെ ഒരു സാധനമാണ് VCB എന്ന് പറയുന്നത്, വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ. അപ്പൊ എന്തായിരിക്കും ഒരു LBS-ഉം VCB-യും തമ്മിലുള്ള വ്യത്യാസം? LBS-ൽ വേറെ പ്രൊട്ടക്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. LBSFU, അതായത് ലോഡ് ബ്രേക്ക് സ്വിച്ച് ഫ്യൂസ് യൂണിറ്റിൽ ഒരു ഫ്യൂസ് പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ലോഡിൽ ഓഫും ഓണും ചെയ്യാം, ആ ഒരു അഡ്വാൻറ്റേജ് അതിനുണ്ട്. പക്ഷെ VCB അങ്ങനെയല്ല. VCB-ൽ പ്രൊട്ടക്ഷൻസ് കൂടുതലാണ്. അപ്പോൾ പ്രൊട്ടക്ഷൻസ് കൂടുതലാകുമ്പോൾ അതിന്റെ ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്കറിയാം, ഹൂട്ടറുകൾ കാര്യങ്ങൾ വരും. എന്തെങ്കിലും അബ്നോർമാലിറ്റിയോ ട്രാൻസ്ഫോമർ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നത് ഇവിടെയാണ്. നമ്മൾ VCB പ്രൈമറി ട്രിപ്പിലോട്ടാണ് കൊടുക്കുക. ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് ടെമ്പറേച്ചറോ ഓയിൽ ടെമ്പറേച്ചറോ, അത് ട്രാൻസ്ഫോമർ പറയുമ്പോൾ ഡീറ്റെയിലായിട്ട് പറയാം. ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ് ടെമ്പറേച്ചർ ഓയിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ VCB-യിൽ നമ്മൾ ഒരു ഇത് കണ്ടോ, ഒരു റെഡ് സാധനം കണ്ടോ, ഇതാണ് അനൗൺസിയേറ്റർ അല്ലെങ്കിൽ ഹൂട്ടർ നമുക്ക് പറയാം. ഇപ്പൊ ഇതിൽ എന്താ വൈൻഡിങ് ടെമ്പറേച്ചർ ട്രാൻസ്ഫോമറിന്റെ എക്സസ് ആയിട്ട് കൂടിയെന്ന് വിചാരിക്കുക. അപ്പൊ കൺസേൺ ഇവിടെ വൈൻഡിങ് ടെമ്പറേച്ചറിന്റെ ആ ഇൻഡിക്കേഷൻ ലാമ്പ് കത്തുകയും ഒരു അലാറം അടിക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ട്രാൻസ്ഫോമറിൽ എന്തോ ഒരു അബ്നോർമാലിറ്റി സംഭവിക്കുകയാണ്. അത് ഫോൾട്ട്, അതായത് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി സംഭവിച്ച് നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് ഫർദർ ഇനി ഒരു ഹൈ ഫോൾട്ടിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇൻഡിക്കേഷൻ തരുന്നതാണ് എന്ത്? വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ. LBSFU-ന് അങ്ങനെ ഒരു പർപ്പസ് ഒന്നുമില്ല. നമുക്ക് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, ഒരു ഫ്യൂസ് പ്രൊട്ടക്ഷൻ മാത്രമേ അതിലുള്ളൂ. അപ്പൊ അതിൽ ബക്കോൾസ് റിലേ, ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്മൾ ബക്കോൾസ് വെക്കാറുണ്ട്.
ഇന്റേണൽ ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നമുക്ക് ഈ ഇതിൽ കാണിക്കും. അപ്പോൾ എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ VCBയുടെ ഒക്കെ പീരിയോഡിക് മെയിൻ്റെനൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മെയിൻ ആയിട്ട് ഇപ്പൊ എല്ലായിടത്തും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്ഥലത്തും ബ്രേക്കറുകളെല്ലാം വെക്കും. അതൊരിക്കലും അത് ഓഫ് ചെയ്ത് നോക്കുകയോ രണ്ടാമതൊന്ന് ഓണാക്കി നോക്കുകയോ ചെയ്യാറില്ല. മന്ത്ലി ഒരു പ്രാവശ്യം എങ്കിലും ഒരു ബ്രേക്കർ ഒന്ന് ഓഫ് ചെയ്ത് അത് ഓണാക്കി അത് ഓൺ ആകുന്നുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ നോർമലി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പോൾ HT ട്രാൻസ്ഫർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു AMC കൊടുത്ത് ഒരു വർഷത്തിൽ ഒരു 4 വിസിറ്റ് എന്നുള്ള നിലക്ക് ഒരു AMC ആരെങ്കിലും ഓതറൈസ് ചെയ്യാൻ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്യുകയാണെങ്കിൽ ഇവർ 3 മാസം കൂടുമ്പോൾ വന്ന് അത് ഒന്ന് ഓഫാക്കി അത് ഓണാക്കി അതിന്റെ പാരാമീറ്റേഴ്സ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കറക്റ്റ് മെയിൻറ്റെയിൻസ് ചെയ്ത് പോകും. ഞാനിത് പറയാൻ കാരണം, കാക്കനാട് ഒരു സൈറ്റിൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടല്ല, അല്ലാത്തൊരു സൈറ്റിൽ HT പാനലിന്റെ അവസ്ഥ ഞാൻ പറയാം. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൺ ആക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ബ്രേക്കർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് ബൈ ചാൻസ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നമ്മളിപ്പോ നോക്കിയത് RMU നോക്കി, LBSFU നോക്കി, VCB നോക്കി. അപ്പൊ അത് ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് നമുക്ക് പോയിക്കോട്ടെ. നമ്മൾ തുടങ്ങാൻ വൈകി, അതിന്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോവാം സാർ, അടുത്ത സ്റ്റാർട്ടേഴ്സിലോട്ടൊക്കെ പോവാം. മെയിൻ ടോപ്പിക്സ് പറഞ്ഞിട്ട് അവസാനം ഡിസ്കഷൻ സമയം കൊടുക്കാം. അപ്പൊ നമ്മൾ അടുത്ത ഇതിലോട്ട് നമ്മൾ പോവാണ്. സാറേ ഒന്ന് കൊടുക്കാവോ പ്രസന്റ് ചെയ്യാൻ? എനിക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? സ്ലൈഡ് കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ മോട്ടേഴ്സ് ആണ് നോക്കുന്നത്. അപ്പൊ എന്താണ് ഒരു മോട്ടോർ? നമ്മൾ ഇപ്പൊ നിങ്ങളുടെ മെയിൻ എലമെന്റ് ആണ് മോട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പ്, ഈ പമ്പ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിൽ നമുക്ക് IE2, IE1, IE3 എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ കറണ്ട് എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അതില് ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ IE3 എന്നുള്ള നിലയിലാണ് നോക്കുന്നത്. അപ്പൊ IE1 എന്നുള്ള മോട്ടോഴ്സ് നമ്മൾ ഒക്ടോബർ 2017 മുതൽ ഇന്ത്യ ബാൻ ചെയ്തേക്കാണ്. അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന മോട്ടോഴ്സ് എല്ലാം IE2, IE3 ആ ലെവലിലോട്ട് എത്തിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2020 68% മോട്ടറാണ് IE2 ആ ലെവലിലോട്ട് വന്നത്, 23% IE3യിലോട്ട് വന്നത്. അപ്പൊ എന്താണ് IE1, IE2 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞു. IECയുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 60034301. അപ്പൊ IE1 സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ലെവലാണ്. IE1 എന്ന് പറഞ്ഞാൽ. IE2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ എഫിഷ്യൻസിയാണ്. അപ്പൊ IE1 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി, IE2 എന്ന് പറഞ്ഞാൽ ഹൈ എഫിഷ്യൻസി. അപ്പൊ IE3യും IE4ഉം. IE3 എന്ന് പറഞ്ഞാൽ പ്രീമിയം എഫിഷ്യൻസിയാണ്.
ഒരുവിധം കൺട്രീസിലെല്ലാം ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് IE3 മിനിമം വേണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. ഇപ്പൊ IE4 ആണെങ്കിൽ സൂപ്പർ പ്രീമിയം എഫിഷ്യൻസിയാണ്, കണ്ടിന്യൂസ്ലി ആണ്. അപ്പൊ എനർജി ഭയങ്കര എനർജി എഫിഷ്യന്റ് ആണ്. ഇപ്പൊ പമ്പിംഗ് പർപ്പസിനൊക്കെ നമുക്ക് എഫിഷ്യന്റ് മോട്ടോഴ്സ് എല്ലാം വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ അതില് എന്താണ് അതിന്റെ കൺസെപ്റ്റ്, എന്താണ് അതിന്റെ ഡിഫറൻസ് വരിക? ഇപ്പൊ IE1 IE2 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, IE3 എന്താണ്, കോപ്പർ കണ്ടന്റ് കൂടുതലായിരിക്കും, കോപ്പറും സ്റ്റീലും കൂടുതലായിരിക്കും. അപ്പൊ അതിന്റെ സൈസ് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, കമ്പയർഡ് ടു IE1 ആൻഡ് IE2 ദ സൈസ് വിൽ ബി സ്മോളർ. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ IE2 മോട്ടോഴ്സിന്റെ എഫിഷ്യൻസി ഇപ്പൊ 92 to 93% ആണെങ്കിൽ IE3 93.6% ആയിട്ട് അത് കൂടും. അപ്പോ ഇങ്ങനെ ഒരു മോട്ടോർ ലോങ് റണ്ണിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും IE3 മോട്ടറിന്റെ എന്താണ് എനർജി കൺസപ്ഷൻ കുറവായിരിക്കും. പിന്നെ അതിന്റെ പ്രൊട്ടക്ഷൻ റേറ്റിംഗിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ IP റേറ്റിംഗിൽ എന്താണ് പറയുന്നത് നമ്മൾ വേറെ അതിന്റെ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലോട്ട് ഇപ്പൊ ജസ്റ്റ് കടക്കുന്നില്ല. ഇപ്പൊ IE2യുടെയും IE3യുടെയും മോട്ടറിന്റെ ഇപ്പൊ 20 മണിക്കൂർ, ഒരു ദിവസം 20 മണിക്കൂർ വെച്ച് 365 ഒരു വർഷം നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കുക, 80% ലോഡിൽ. അപ്പൊ മോട്ടോർ വർക്ക് ചെയ്യുന്നത് 7300 മണിക്കൂർ എല്ലാ വർഷവും ഉപയോഗിക്കുകയാണ്. അപ്പൊ അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇപ്പൊ എടുത്തേക്കുന്നത് IE2യുടെയും IE3യുടെയും. അപ്പൊ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കാം നമുക്ക്, IE3 മോട്ടറാണ് എന്ത് കുറച്ചുകൂടി എനർജി എഫിഷ്യന്റ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി സ്റ്റാർട്ടേഴ്സിന്റെ ഇതിൽ ബേസിക് മാത്രമാണ്, സ്റ്റാർട്ടർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ നോക്കുന്നുണ്ട്, ബേസിക് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പൊ നമ്മൾ എടുക്കുന്നത്. അപ്പോ എനിക്ക് വന്ന ചോദ്യമാണ് ഈ IE2 IE3 എന്നുള്ള മോട്ടോറുകൾ എന്താണ് അതിന്റെ ഒരു ഘടനയും കാര്യങ്ങൾ വന്നു. പിന്നെ ഏതൊക്കെ മോട്ടറിന് ഏതൊക്കെ സ്റ്റാർട്ടർ ഉപയോഗിക്കണം നിങ്ങളൊന്ന് നോക്കിയേ. DOL സ്റ്റാർട്ടർ എന്നുള്ളത് എത്ര വരെയാണ് നമുക്ക് നോർമലി ഉപയോഗിക്കാൻ പറ്റും? നോർമലി DOL സ്റ്റാർട്ടർ ഉപയോഗിക്കാൻ പറയുന്നത് 10 HP വരെയുള്ള മോട്ടോറുകൾക്കാണ്. DOL സ്റ്റാർട്ടർ ഈസ് യൂസ്ഡ് ഫോർ മോട്ടോഴ്സ് അപ് ടു എത്രയാണ് 5 HP വരെയുള്ള മോട്ടോറുകളാണ് പറയുന്നത്. പിന്നെ 7.5 HP-ക്കും 10 HP-ക്കും വരെ അത് ഉപയോഗിക്കാറുണ്ട്. കംപ്രസറുകൾക്ക് ഇപ്പൊ നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കംപ്രസറുകൾക്ക് അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ അഫ്കോഴ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പമ്പിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 5 HP മുകളൊക്കെ നിങ്ങൾക്ക് വരാറുണ്ടോ? എനിക്കൊന്ന് വളരെ കുറവായിരിക്കും. DOL സ്റ്റാർട്ടേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ കുറവായിരിക്കും. നോർമൽ കൺസെപ്റ്റിൽ IEC സ്റ്റാൻഡേർഡ് പ്രകാരം 5 HP വരെയുള്ള മോട്ടോറുകൾക്കാണ് DOL സ്റ്റാർട്ടറുകൾ നമ്മൾ ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ദ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. അപ്പൊ അതില് എന്താണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ ഒരു പ്രത്യേകത? അതിൽ പറയുന്നുണ്ട് 1/3 ആയിട്ട് നമ്മൾ കറണ്ട്, സ്റ്റാർട്ടിങ് കറണ്ടിനെ 1/3 ആയിട്ട് ലിമിറ്റ് ചെയ്യും. അപ്പോ ആ മോട്ടറുകൾ ഏത് റേഞ്ചിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? അറൌണ്ട് 10 to 15 HP ഒക്കെ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. അപ് ടു 40 HP 50 HP ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ മേളിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ടറിന്റെ ഘടന VFDO സോഫ്റ്റ് സ്റ്റാർട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകും. ജസ്റ്റ് ഇപ്പൊ നമ്മൾ സെലക്ഷൻ മാത്രം, മോട്ടറിന്റെ സെലക്ഷനിലുള്ള ഇത് എന്തൊക്കെയാണെന്നുള്ളത് മാത്രമേ ഇപ്പൊ നമ്മൾ പറയുന്നുള്ളൂ. DOL അപ് ടു 5 HP, സ്റ്റാർ ഡെൽറ്റ എബോവ് 10 HP. ഇത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആണ്. നമ്മൾ പറയുന്നത് എബോവ് 15 HP ആണ്. ഇൻട്രസ്റ്റ് കറണ്ട് എന്താണുള്ളത് സ്റ്റാർട്ടർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു PPT നമുക്കുണ്ട്, അപ്പൊ അത് നമുക്ക് നോക്കാം. ഇനി മോട്ടറിന്റെ എൻക്ലോഷർ ആണ്. ഇതിന് റെലവൻസ് ഉണ്ട്. മോട്ടറിന്റെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു, പമ്പ് പമ്പിൽ വെള്ളം കയറിയപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ എൻക്ലോഷർ എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പൊ 2 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നെമയും IP ഉണ്ട്. അപ്പൊ നെമ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇലക്ട്രിക് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആണ്. അപ്പൊ അതിൽ എന്തൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന് അത് പറയുന്നുണ്ട്. അത് കൂടാണ്ട് IP റേറ്റിംഗ് ഉണ്ട്. IP എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ പറയുന്നതാണ്. അപ്പൊ അത് എന്തൊക്കെ സ്കെയിലാണ്, അപ്പൊ നെമയിൽ എന്തൊക്കെയാണ് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. IP ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷൻ ആണ്.
അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയും, 2 ഡിജിറ്റ് ഉണ്ടാവും IP റേറ്റിംഗ് പറയുമ്പോൾ. IP55 എന്നോ IP66 എന്നോ പറയുമ്പോൾ എന്തായിരിക്കും വെച്ചാൽ ഫസ്റ്റ് ഡിജിറ്റ് ഡിനോട്ട്സ് സോളിഡ് എലമെന്റ് ആയിരിക്കും ഫസ്റ്റ് ഡിജിറ്റ് ഇതാക്കുക, അതായത് ഡസ്റ്റ് പാർട്ടിക്കിൾസോ അങ്ങനെയുള്ള കാര്യങ്ങൾ. സെക്കൻഡ് ഡിജിറ്റ് മെഷർ ചെയ്യുന്നത് ലിക്വിഡ് എലമെന്റിനെയാണ്. അപ്പോൾ IP റേറ്റിംഗ് IP55 ആയിരിക്കുമോ IP67 ആയിരിക്കുമോ പ്രൊട്ടക്ഷൻ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് എന്ത് പറയാം, IP67 ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 0 മുതൽ നമ്മൾ 9 വരെ വാല്യൂസ് പോകുമ്പോൾ അത് കൂടുന്തോറും പ്രൊട്ടക്ഷൻ ലെവൽ കൂടും. അപ്പൊ ഹയർ ദ റേറ്റിംഗ് ബെറ്റർ വിൽ ബി ദ എൻക്ലോഷർ പ്രൊട്ടക്ഷൻ. അപ്പൊ നിങ്ങളൊരു പമ്പ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ IP റേറ്റിംഗ് എന്താണ്, അതിന്റെ നെമ സ്റ്റാൻഡേർഡ്സ് എന്താണ് അത് പറയുന്നത് എന്നുള്ള കുറിച്ച് ഒന്ന് ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇനി ടോട്ടലി എൻക്ലോസ്ഡ് ഫാൻ കൂളർ TFC മോട്ടർ, ഈ ഒരു ചോദ്യമാണ് വന്നത്. ഇതിൽ ഈ മോട്ടറിൽ വെള്ളം കയറിയപ്പോ കോൺട്രാക്ടർ പറഞ്ഞു അതിൽ വെള്ളം കയറിയ കുഴപ്പമില്ല. ഈ മോട്ടർ എന്ന് പറഞ്ഞാൽ ടോട്ടലി എൻക്ലോസ്ഡ് ആണ്. ഓഫ് കോഴ്സ് അതിൽ ഫ്രം ഔട്ട്സൈഡ് എലമെന്റും കണ്ടാമിനൻസ് ആയിട്ട് ടോട്ടലി എൻക്ലോസ്ഡ് ആണ്. ഹൗവർ ദേ ആർ നോട്ട് ഫുള്ളി എയർ ടൈറ്റ് ഓർ വാട്ടർ ടൈറ്റ്. അതുകൊണ്ടാണ് ഞാൻ അത് റെഡ് കളറിൽ അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു മോട്ടറിൽ വെള്ളം കയറിയാൽ ആ മോട്ടറിന് ദോഷം വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ശ്രദ്ധിച്ചോളൂ. സീൽസ് ആൻഡ് gaskets keep air from traveling between the motor's interior and the surrounding area. While air doesn't circulate inside the motor, a fan outside the unit blows air around it to keep windings cool. അതായത് അകത്ത് വേറെ കൂളിംഗ് മീഡിയോ ഫാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ പുറത്ത് നമ്മൾ കൂളിംഗ് ഫാൻ വെച്ചിട്ട് എന്താ ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ട് വേറെ നമ്മളൊന്നും കൊടുക്കുന്നില്ല. കൂളിംഗ് ഫാൻ ഉണ്ട്, ആ കൂളിംഗ് ഫാനിന്റെ കൂളിംഗ് മാത്രമേ ഉള്ളൂ, നാച്ചുറൽ ആയിട്ടുള്ള കൂളിംഗ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു മോട്ടറിൽ ഇപ്പൊ അവർ പറഞ്ഞു ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എയറോ വാട്ടറോ 100% കെയർ ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, ലോ മെയിൻ്റെനൻസ് ആണ്, ക്ലോസ്ഡ് ചേംബർ ആണ്, അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ODP മോട്ടോഴ്സിലോട്ട് നമ്മൾ ഇപ്പൊ തന്നെ വരും, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഔട്ട്ഡോർ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ TFC മോട്ടോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓഫ് കോഴ്സ് ഔട്ട്ഡോർ ഉപയോഗിക്കുന്ന സാധനം ഇൻഡോർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പ്രൊട്ടക്ഷൻ ലെവൽ എന്തായാലും ഔട്ട്ഡോറിന് കൂടുതലായിരിക്കും. ഇതാണ് ഓപ്പൺ ഡ്രിപ്പ് പ്രൂഫ് മോട്ടോഴ്സ്, ODP മോട്ടോഴ്സ്. It protects against liquid that drips vertically from an angle. വെർട്ടിക്കലി ഒരു ആംഗിളിൽ വരുന്ന വാട്ടറിനെ ആണ് എന്ത് ലിക്വിഡിനെ ആണോ അതിനെയാണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുക. അതിലെന്താണ്, ഇന്റേണൽ ഫാൻ ഉണ്ട്, മറ്റേതിന് ഇന്റേണൽ ഫാൻ ഇല്ല, ഇതിന് ഇന്റേണൽ ഫാൻ ഉണ്ട്. അതാണ് അതിന്റെ വ്യത്യാസം. കൂളാണ്, ഡസന്റ് ഓവർഹീറ്റ്. അത് ഓവർഹീറ്റ് ആവുന്ന കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഫാൻ എക്സ്റ്റേണൽ കൂളിംഗ് അല്ല, നമ്മൾ ഇന്റേണൽ കൂളിംഗ് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ലോ കോസ്റ്റ് ആണ്, എഫിഷ്യന്റ് ആണ്. അപ്പൊ കമ്പയർഡ് ടു TFC മോട്ടോഴ്സ് ഈ ഓപ്പൺ ഡ്രിപ്പ് മോട്ടോഴ്സിന്റെ ലൈഫ് കുറച്ചും കൂടി കുറവാണ്. അതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ക്ലീൻ ഡ്രൈ ഇൻഡോർ ഏരിയസിനാണ്. അപ്പൊ TFC മോട്ടോർ തന്നെയാണ് എപ്പോഴും ഔട്ട്ഡോർ ആപ്ലിക്കേഷന് വേണ്ടി എന്താ പറയാ, നിങ്ങളുടെ പമ്പ് ഹൗസിലാണെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും നമുക്ക് എന്താ ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ ഒരു മോട്ടർ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വാട്ട് ഓൾ തിങ്സ് ഷാൽ ബി കെപ്റ്റ് ഇൻ മൈൻഡ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് അതിൽ ഫാക്ടർ ഉള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിയ എൻവയോൺമെന്റ്, TFC മോട്ടോഴ്സ് ആർ ബെറ്റർ ഫോർ ഔട്ട്ഡോർ യൂസ് because they are fully enclosed, preventing debris and contaminants from entering the unit. ODP motors are better for indoor use before they offer little protection. അപ്പൊ അതിന് തന്നെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി, കോസ്റ്റ്. ODP മോട്ടോഴ്സിന് കോസ്റ്റ് സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. TFC മോട്ടോഴ്സ് ലോങ് റണ്ണിന് അത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മെയിൻ്റെനൻസ് കുറവായിരിക്കും, റിപ്പയർസ് റീപ്ലേസ്മെന്റിനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അതിന് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട്, പിന്നെ എഫിഷ്യൻസിയും ലോഞ്ചിറ്റിവിറ്റിയും. അപ്പോൾ ODP മോട്ടോഴ്സിനാണ് കുറച്ചും കൂടി എഫിഷ്യൻസി കൂടുതൽ, കാരണം അതിന്റെ വൈൻഡിങ്സിന് ഒരു ടെമ്പറേച്ചർ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് നോക്കണം. അപ്പൊ ആ നെയിം പ്ലേറ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഒരു മോട്ടർ നിങ്ങൾ എന്ത് ആപ്ലിക്കേഷൻ ആണെങ്കിലും നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ.
പിന്നെ വേറെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ടോട്ടലി എൻക്ലോസ്ഡ് നോൺ വെന്റിലേറ്റഡ്, അത് കണ്ടക്ഷനും കൺവെക്ഷനും വെച്ചുള്ള കൂളിംഗ് മെത്തേഡാണ്. 10 HP താഴെയുള്ള മോട്ടോറുകൾ മാത്രമാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ടോട്ടലി എൻക്ലോസ്ഡ് എയർ ഓവർ, എയർ എക്സ്റ്റേണൽ എയർ ഫ്ലോ ഈസ് സഫിഷ്യന്റ് ഫോർ കൂളിംഗ്, അതായത് വേറെ അഡീഷണൽ കൂളിംഗ് ഫാൻസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ടോട്ടലി എൻക്ലോസ്ഡ് ഫോഴ്സ് വെന്റിലേറ്റഡ്, ടോട്ടലി എൻക്ലോസ്ഡ് ബ്ലോവർ കൂൾഡ്. അപ്പൊ അങ്ങനെയുള്ള പല പല കാറ്റഗറികളുണ്ട്. ഇപ്പൊ ഈ ലാസ്റ്റ് പറഞ്ഞൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. AFC അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളും കൂടുതൽ ഉപയോഗിക്കുക. ടോട്ടൽ എൻക്ലോസ്ഡ് എയർ ടു എയർ കൂൾഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ടോട്ടൽ എൻക്ലോസ്ഡ് വാട്ടർ ടു എയർ കൂൾഡ്. അപ്പൊ അതിലെന്താ വ്യത്യാസം? എക്സ്റ്റേണൽ സർക്കുലേറ്റിംഗ് എയർ ഇസ് റീപ്ലേസ്ഡ് ബൈ വാട്ടർ ടു റിമൂവ് ഹീറ്റ് ഫ്രം ദ ഹീറ്റ് എക്സ്ചേഞ്ചർ. വാട്ടർ ഉപയോഗിച്ചിട്ട് കൂൾ ചെയ്യുന്ന അങ്ങനെ ഒരു മോട്ടർ കൂടെ ഉണ്ട്, അതായത് TEWAC എന്ന് പറയുന്ന മോട്ടർ, ടോട്ടൽ എൻക്ലോസ്ഡ് വാട്ടർ ടു എയർ കൂൾഡ്. പിന്നെ എക്സ്പ്ലോഷൻ പ്രൂഫ് XP എന്ന് പറയുന്ന ഇത് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് എന്തൊക്കെ അതിന് ഡിപ്പെൻസ് ആണ്. അപ്പൊ എക്സ്പ്ലോഷൻ പ്രൂഫ് മോട്ടറൊന്നും അവിടെ ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഒരു നോർമലി ഒരു പമ്പിന്റെ കിലോ വാട്ട് റേറ്റിംഗും HP റേറ്റിംഗും. അതിന്റെ ഫുൾ ലോഡ് കറണ്ടും അതിന്റെ ഫ്യൂസ് വെക്കുകയാണെങ്കിൽ എത്രയിന്റെ വെക്കണം, അതിന്റെ കേബിൾ സൈസ് എത്രയാണ് എന്നുള്ള അപ് ടു 185 വരെ ഉള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഒരു കിലോ വാട്ടും ഒരു HP തമ്മിലുള്ള റിലേഷൻ എന്താ? 1 HP is equal to how many watts? ആർക്കെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? 746 വാട്ട്സ്. വെരി ഗുഡ്, അതാണ്. അപ്പോ 0.75 0.746 0.75 ആയിട്ട് എടുത്തു. അത് 1 HP എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ എടുത്തു. അതിന്റെ ഫുൾ ലോഡ് കറണ്ട്. അപ്പൊ ഞാൻ ചോദിക്കാണ്, ഒരു 50 HP മോട്ടറിന്റെ ഫുൾ ലോഡ് കറണ്ട് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? സാറേ ഞാനൊരു എളുപ്പ വഴി ഒന്ന് പറഞ്ഞുതരാം. മോട്ടർ റേറ്റിംഗ് ഇൻറ്റു എന്ത് ചെയ്യണം? 1.4 ടൈംസ് 1.4 എടുക്കുക. അപ്പൊ നിങ്ങൾ നോക്കിയാ 50 HP മോട്ടർ അതിൽ അവിടെ എഴുതിയിട്ടുണ്ട്. ഫുൾ ലോഡ് കറണ്ട് 66 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നിങ്ങൾക്ക് വാല്യൂ കിട്ടുമോ എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്രോക്സിമേറ്റ്ലി കിട്ടുന്നുണ്ടോ? നോർമലി പലരും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.3 വെച്ചാണ് എടുക്കാറ്. ഞാനൊരു സേഫ്റ്റി ആസ്പെക്റ്റിലൂടെ 1.4 ആണ് ഞാൻ എപ്പോഴും പറയാറ്. 1.4 എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയായി? 70 ആണ് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഇത് നമ്മൾ വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ വാല്യൂ ഫിക്സ് ചെയ്തിട്ടുള്ളതല്ലേ? ആ അതെ, വോൾട്ടേജ് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. വോൾട്ടേജ് ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഞാനിപ്പോ പറയുന്ന MB മോട്ടോഴ്സിനെ കുറിച്ചാണ്. നമ്മൾ എന്താ പറയാ HP മോട്ടോഴ്സിലോട്ടാണ് വന്നല്ലേ, MB മോട്ടോഴ്സിന്റെ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ 50 HP ആണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോഡ് കറണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു തമ്പ് റൂൾ കാൽക്കുലേഷൻ എന്നുള്ള നിലയിൽ ഇൻറ്റു 1.4 ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, 50 HP മോട്ടർ നിങ്ങൾ എത്ര എന്റെ പ്രൊട്ടക്ഷൻ റേറ്റിംഗ് ഉള്ള MCBയോ MCCBയോ വാട്ട് എവർ ഇറ്റ് മേ ബി നിങ്ങൾ എങ്ങനെ വെക്കാമെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? വേറൊന്നുമല്ല, 50 HP ആണെങ്കിൽ ഇൻറ്റു 1.4 ചെയ്തപ്പോൾ ഫുൾ ലോഡ് കറണ്ട് കിട്ടി. ദാറ്റ് ഫുൾ ലോഡ് കറണ്ടിന്റെ 1.5 ടൈംസ് ആണ് എന്ത് വരേണ്ടത്? ബാക്കപ്പ് ഫ്യൂസിന്റെ റേറ്റിംഗ് വരേണ്ടത്. ഫുൾ ലോഡ് കറണ്ടിന്റെ 1.5 ടൈംസ്. അപ്പൊ എങ്ങനെ വരും? 50 ഇൻറ്റു 1.4 ഇൻറ്റു 1.5 ചെയ്താണ് നിങ്ങൾ ഫ്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ, SDF സ്വിച്ച് ഡിസ്കണക്ടർ ഫ്യൂസ് ഉപയോഗിക്കുകയാണെങ്കിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. 50 ഇൻറ്റു 1.4 കിട്ടി, ഫുൾ ലോഡ് കിട്ടി. ആ ഫുൾ ലോഡ് ഇൻറ്റു 1.5 ചെയ്തപ്പോൾ ആ റേറ്റിംഗ് ആണ് നിങ്ങൾ ഫ്യൂസ് വെക്കേണ്ടത്. ഇനി സ്വിച്ച് റേറ്റിംഗ് കണ്ടുപിടിക്കേണ്ടത് 50 ഇൻറ്റു 1.5 ഇൻറ്റു 2 ടൈംസ്. മറ്റേ 1.5 ടൈംസ് ഇൻറ്റു 2 ടൈംസ്. വേറെ ഒന്നുമല്ല, HP റേറ്റിംഗ് ഇൻറ്റു 1.4 ഫുൾ ലോഡ് കറണ്ട് കിട്ടും. ഫുൾ ലോഡ് കറണ്ട് ഇൻറ്റു 1.5 ടൈംസ് ചെയ്താൽ എന്ത് കിട്ടും? ബാക്കപ്പ് ഫ്യൂസ് കിട്ടും. ഫുൾ ലോഡ് കറണ്ട് ഇൻറ്റു 2 ടൈംസ് ചെയ്താൽ സ്വിച്ച് റേറ്റിംഗ് കിട്ടും. ഇത് SDF ആണ്, സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് കോമ്പിനേഷൻ ഉപയോഗിക്കുമ്പോൾ കാര്യമാണ്. ഇപ്പൊ MCCB ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ഇപ്പൊ 50 HP ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ
70 ആംബിയർ ആണ് ഫുൾ ലോഡ് കിട്ടുന്നതെങ്കിൽ 70 × 1.5 ചെയ്തപ്പോൾ എത്ര നിങ്ങൾക്ക് കിട്ടും? എത്ര ആംബിയർ കിട്ടും? 105 ആംബിയർ കിട്ടും. 50 HP 70 × 1.5 ചെയ്താൽ 105 ആംബിയർ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം വേറെ ഒന്നുമല്ല, 125 ആംസിന്റെ MCCB എടുത്തിട്ട് 100 നമുക്ക് സെറ്റിംഗ് ചെയ്യാം. SDF ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 100ന്റെ ഫ്യൂസ് ഇടാം. അത് ഡിപ്പെൻസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് സ്വിച്ച് ഗിയർ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തിന്റെ പമ്പിന്റെ പ്രൊട്ടക്ഷൻ ഡിവൈസും കാര്യങ്ങളും നമ്മൾ എടുക്കേണ്ടത്. ഒരു സംശയം ചോദിച്ചോളൂ സാറേ, ഇതിനകത്ത് ഈ സ്റ്റാർട്ടിംഗ് കറണ്ട് ഒരു പ്രശ്നമാവില്ല ഈ ഫ്യൂസിന്? അല്ല, അതുകൊണ്ടാണ് നമ്മൾ 1.5 ടൈംസ് എടുക്കുന്നത്. സാറിന് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായില്ല. ഫുൾ ലോഡ് കറണ്ട് ഇനി 1.4 എടുത്തു. ആ 1.5ന്റെ 1.5 ടൈംസ് ആണ് എന്തെടുത്തത്? ബാക്ക് ഫ്യൂസിന്റെ റേറ്റിംഗ് എടുത്തത്. അപ്പൊ ആ ഒരു കൺസിഡറേഷൻ കൂടി വന്നിട്ടാണ് നമ്മൾ എന്തെടുത്തത്? ഫ്യൂസിന്റെ റേറ്റിംഗ് എടുത്തേക്കുന്നത്. പലപ്പോഴും 2 ടൈംസ് മുകളിൽ പോകുന്ന കാണാറുണ്ട് സ്റ്റാർട്ടിംഗ് കറണ്ട്. അതാ പറഞ്ഞ ഡിപ്പെൻഡിങ് ഓൺ ദ മോട്ടറാണ്. ആ മോട്ടർ ഇപ്പോൾ ഒരുപാട് പഴയതാണെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ വൈൻഡിങ് എല്ലാം പ്രശ്നമായിട്ട് കറണ്ട് കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. സ്റ്റാർട്ടറിന് റെലവൻസ് ഉണ്ട്. ഏത് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടർ? 50 HP മോട്ടർ നമ്മൾ DOയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് എക്കണോമിക്കൽ ആയിരിക്കില്ല, അത് പറ്റില്ല, വോൾട്ടേജ് ഡിപ്പ് വരും. നോർമലി നിങ്ങളിപ്പോ ഫ്യൂസ് ആണോ കൂടുതൽ ഉപയോഗിക്കുന്നത് അതോ MCCB ആണോ? MCCB ആണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ, ഞാൻ അത് തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ഫ്യൂസ് ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് പോകും. MCCB നമുക്ക് സെറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. MCCBയിലെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പൊ ട്രിപ്പിംഗ് വരാണെങ്കിൽ സെറ്റിംഗ് നമുക്ക് കൂട്ടി അത് എത്ര വരെ പോകുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കഴിയുന്നത് MCCB തന്നെ പ്രിഫർ ചെയ്യാം. കറസ്പോണ്ടിങ് 185 വരെയുള്ള മോട്ടറുകളുടെ കേബിൾ സൈസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എത്ര അതിന്റെ കേബിൾ ഉപയോഗിക്കണം? 50 HP മോട്ടറിന് 50ന്റെ കേബിൾ മതി. ഇതെല്ലാം ഐഡിയൽ കണ്ടീഷൻ ആണ്. ലെങ്ത് കൂടുന്നതനുസരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വോൾട്ടേജ് ഡ്രോപ്പ് കൂടി കൺസിഡർ ചെയ്ത് കേബിളിന്റെ സൈസ് ചിലപ്പോൾ കൂട്ടേണ്ടി വരും. 100 മീറ്റേഴ്സിന് മേലെ വോൾട്ടേജ് ഡ്രോപ്പ് അനുസരിച്ച് കേബിളിന്റെ സൈസ് കൂട്ടേണ്ടി വരും. അത് കൂടാണ്ട് തന്നെ ഡീറേറ്റിംഗ് ഫാക്ടർ അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും. കേബിൾ സെലക്ഷൻ എന്തെങ്കിലും തമ്പ് റൂൾ ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. കേബിൾ സെലക്ഷന്റെ ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു ടേബിള് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. ഒരു ഫീഡറിന് ഇത്രയിന്റെ കേബിൾ എന്നുള്ളത്. 80 ആംബിയറിന്റെ ഫീഡർ ആണെങ്കിൽ 50ന്റെ കേബിള്. ആ ഫീഡർ കേബിളിന്റെ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ ഈ ക്ലാസ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സാറ് നോക്കിയാൽ മതി. 50 HP നമ്മുടെ ആംബിയർ അവൻ എടുത്തത് 70 ആംബിയർ ആണ്. 70 ആംബിയറിന് ഉപയോഗിച്ചിരിക്കുന്ന കേബിൾ 50 ആണ്. അപ്പൊ ഫീഡർ കേബിൾ സൈസ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് നിങ്ങൾ ആ ഫീഡർ കേബിൾ സൈസിന്റെ ഒരു ചാർട്ട് ഉണ്ട്. അത് ആ ചാർട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആ ചാർട്ട് നിങ്ങൾ അത് വെച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോക്കറ്റിന്റെ അവിടെ മാത്രം കത്തിപ്പോകുന്ന കേബിളിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ലൂസ് കണക്ഷൻ ആണ്. സോക്കറ്റിന്റെ അവിടെ മാത്രം കത്തുന്നുണ്ടെങ്കിൽ അവിടെ കേബിളിൽ ലൂസ് കണക്ഷൻ ഉണ്ടാവും. ലൂസ് കണക്ഷൻ ഒരു കാരണവശാലും വന്നാൽ കേബിൾ ഫോൾട്ട് അവിടെ ഇരുന്ന് കത്തും. നിങ്ങളുടെ ബ്രേക്കർ എന്തെങ്കിലും ട്രിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് ഏറ്റവും വലിയ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ നെടുമ്പാശ്ശേരിയുടെ അടുത്ത് ഒരു ഇതുണ്ട്, ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. ഒരു ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷൻ ഫുള്ളും എല്ലാ ആൾക്കാരെല്ലാം ഒന്ന് AC ഓൺ ചെയ്തെല്ലാം കഴിഞ്ഞ് ഫംഗ്ഷൻ നടക്കുന്നതിന്റെ ഇടയിൽ ട്രിപ്പായി പോകുന്നു DG ജനറേറ്റർ. ഇതെല്ലാം നമ്മൾ നോക്കിയപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വേറെ ഒന്നുമല്ല, MCCB ആ DGയുടെ അകത്തുള്ള കൺട്രോൾ പാനലിലെ MCCBയിലെ ഒരു ഫേസിലെ സ്പ്രെഡർ ചെറിയൊരു ലൂസായിരുന്നു. അല്ലെങ്കിൽ വെച്ച് അത് ടൈറ്റ് ചെയ്ത് പിന്നെ ഒരു കുഴപ്പമില്ല. ലൂസ് കണക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മോട്ടോർ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അലൂമിനിയം കേബിൾ ഡയറക്റ്റ് മോട്ടറിലോട്ട് കൊടുക്കാറുണ്ടോ കണക്ഷൻ? ഇല്ല. അങ്ങനെയാണ് കൂടുതലും കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് ഒരിക്കലും അലൂമിനിയം കേബിൾ നിങ്ങൾ മോട്ടറിലോട്ടായിട്ട് കൊടുക്കാണ്ടിരിക്കാനായിരുന്നല്ല. നിങ്ങൾ ഇപ്പൊ സബ്സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഒരു കേബിൾ കൊണ്ടുവന്ന് മോട്ടറിന്റെ അടുത്ത് ഒരു എൻക്ലോഷർ വെച്ചിട്ട് അവിടെ നിന്ന് കോപ്പർ കേബിൾ ഇട്ടിട്ട് നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ടെർമിനേഷന് വേണ്ടി. ആ എൻക്ലോഷറിൽ സാർ നമ്മൾ അലുമിനിയം കേബിൾ എടുക്കുമ്പോഴേ നമ്മൾ ഇത് ചെയ്യുന്നിടത്ത് ജോയിൻ ചെയ്യുന്നിടത്ത് സോക്കറ്റ് അടിക്കുന്നിടത്ത് അലുമിനിയം പേസ്റ്റ് ഇടാറുണ്ട്. ആ പേസ്റ്റ് ഇട്ടിട്ട് സോക്കറ്റ് അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും അങ്ങനെ അതിലെന്തെങ്കിലും മെച്ചമുണ്ടോ? പേസ്റ്റ് ഇട്ട് ചെയ്താൽ കുറച്ചുകൂടി ഒരു എന്താ പറയാ അതിന്റെ ആ
ഇപ്പൊ നമ്മൾ ഹാർഡ് ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിന്റെ മേലോട്ട് സോക്കറ്റ് അടിക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയാ ഒരു ലൂബ്രിക്കേഷൻ കൺസെപ്റ്റ്, ആ സോക്കറ്റ് പ്രോപ്പർ ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പേസ്റ്റ് തേക്കുന്നത്, ക്രിമ്പിംഗ് പേസ്റ്റ് എന്ന് പറയുന്ന സാധനം തേക്കുന്നത്. അല്ലാണ്ട് അതിൽ വേറൊരു ഇപ്പൊ ഈ ലൂസ് കളക്ഷനും അതുമായിട്ട് ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേസ്റ്റ് വെച്ച് തന്നെ കയ്യിൽ നിന്ന് ചെയ്യുന്നതിന് തന്നെയാണ് ബെറ്റർ. അതിലൊരു ഡൗട്ടൊന്നും കാര്യങ്ങളൊന്നുമില്ല, പേസ്റ്റ് വെച്ച് തന്നെ ചെയ്യാം. ലൂസ് കണക്ഷൻ വന്നാൽ ടെർമിനേഷന്റെ അവിടെ ഇതാവും. ഡയറക്റ്റ് അലൂമിനിയം കേബിളൊക്കെ ഈ വലിയ മോട്ടറിലോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒരു 300-ന്റെ 2 റൺ കേബിളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഒരു മോട്ടറിലോട്ടൊക്കെ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ അവിടെ ലൂസ് കണക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അതേപോലെ വേറൊരു റെലവൻസ് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പറഞ്ഞു കോപ്പർ കേബിൾ ഉപയോഗിക്കാൻ പറഞ്ഞു. അവിടെ ഒരു എൻക്ലോഷർ വെച്ചിട്ട് ഒരു ഐസൊലേറ്റർ വെച്ചിട്ട് അതിൽ നിന്ന് കോപ്പർ കേബിൾ ഇടാൻ പറഞ്ഞു. കോപ്പർ കേബിൾ ഇടുമ്പോൾ ചിലവരുടെ കൺസെപ്റ്റ് ഉണ്ട് നേരെ ഹാഫ് സൈസ് മതി, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. 240-യുടെ കേബിളാണ് നമ്മൾ അലൂമിനിയം ഇടുന്നതെങ്കിൽ അതിന്റെ തൊട്ട് ഡൗൺവേർഡ് ഉള്ള സൈസേ കോപ്പർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയും കൂടി ചെക്ക് ചെയ്തിട്ട് മാത്രമേ കേബിൾ നിങ്ങൾ സെലക്ട് ചെയ്യാവുള്ളൂ. നമ്മുടെ 250 HP മേലെയുള്ള മോട്ടർ ആണെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ, ബ്രേക്കർ അല്ലാണ്ട് എന്തൊക്കെ പ്രൊട്ടക്ഷൻസ് വേണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. തെർമൽ ഓവർലോഡ് റിലേ വേണം, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വേണം, എർത്ത് ഫോൾട്ട് വേണം, നെഗറ്റീവ് സീക്വൻസ് വേണം, അണ്ടർ വോൾട്ടേജ് വേണം, ലോക്ക് റൂട്ട് വേണം. ഇതെല്ലാം ഇപ്പൊ മോട്ടോർ പ്രൊട്ടക്ഷൻ റിലേ എന്ന് പറയുന്ന സാധനത്തിലുണ്ട്. റിലേസിലോട്ട് നമ്മൾ വരും, അപ്പൊ അതിൽ നമുക്ക് കാണാം. പിന്നെ വേറൊരു ഒരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചായിരുന്നു, മാക്സിമം യൂണിറ്റ് റേറ്റഡ് മോട്ടർ എത്ര ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാന്നുള്ളത് ഒരു ട്രാൻസ്ഫോമറിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അതിനെക്കുറിച്ച്? ഒരു മോട്ടറിൽ എത്ര കപ്പാസിറ്റി ഇത് കൊടുക്കാന്നുള്ളത് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷനോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. അപ്പൊ ഇതാണ് അതിന്റെ ആക്ച്വൽ ഫോർമുല. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതാണ് അതിന്റെ കറക്റ്റ് ഫോർമുല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു എളുപ്പമുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. 100 kVA ട്രാൻസ്ഫോമറിൽ 40 HP മോട്ടർ, നിങ്ങൾ അത് ഓർത്ത് വെച്ചു. 100 kVA ട്രാൻസ്ഫോമറിൽ 40 HP. 100 kVA ട്രാൻസ്ഫോമറിൽ 40 HP. അപ്പൊ എനിക്ക് ഒരു 250 HP മോട്ടർ കണക്ട് ചെയ്യണമെങ്കിൽ എത്രയും ട്രാൻസ്ഫോമർ വേണ്ടി വരും സാറേ? ഹൺഡ്രഡ് kVAക്ക് 40 HP. 600 വേറൊന്നുമല്ല, 250 ആണ്. അപ്പൊ HP ഡിവൈഡഡ് ബൈ 40 × 100 ചെയ്താൽ മതി. നിങ്ങൾക്ക് എങ്ങനെ വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജനറലൈസ് ചെയ്തൊരു ഫോർമുല നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. HP/40 ഞാൻ പറഞ്ഞ 250 ആണ്. ഡിവൈഡഡ് ബൈ 40 × 100 625 എന്നുള്ള വാല്യൂ കിട്ടി. നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് അത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്, ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനൊരു എളുപ്പത്തിൽ പറഞ്ഞത് HP/40. 100 kVAക്ക് 40 HP. അപ്പൊ അതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, മാക്സിമം മോട്ടർ റേറ്റിംഗ് ആണ്, മാക്സിമം യൂണിറ്റ് റേറ്റഡ് ആണ് പറയുന്നത്. അല്ല 5 HP-യുടെ 10 മോട്ടർ കൂടി കൂട്ടി 50 HP എന്നുള്ളതല്ല, മാക്സിമം കപ്പാസിറ്റി ആണ്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തേക്കുക. മാക്സിമം യൂണിറ്റ് റേറ്റഡ്, അതാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. മാക്സിമം യൂണിറ്റ് റേറ്റഡ് മോട്ടർ ആണ്. അപ്പോ 100 kVAയിൽ 40 HP. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. കൊടുക്കാൻ
ഇപ്പൊ നമ്മൾ മോട്ടോർ സ്റ്റാർട്ടറിലോട്ട് പോവാണ്. സ്റ്റാർട്ടേഴ്സിന്റെ പല വെറൈറ്റീസ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പവർ ഫാക്ടർ ഉണ്ട്, റിലേസ് ഉണ്ട്. അതും കൂടിയാണ് നമുക്ക് ഇന്ന് പെട്ടെന്ന് അതിലോട്ട് നമുക്ക് നോക്കണം. അപ്പൊ എന്തിനാണ് ഒരു മോട്ടറിന് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്? വാട്ട് ഇസ് ദ പർപ്പസ്? വേറെ ഒന്നുമല്ല, സ്റ്റാർട്ടിങ്ങിലുള്ള ഹൈ കറണ്ട്, ഇൻട്രസ്റ്റ് കറണ്ടിനെ കുറക്കാൻ വേണ്ടി മാത്രമാണ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്, സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. അതിൽ കറണ്ട് കൂടുതൽ ഉപയോഗിക്കുക, അപ്പൊ അതിന് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളതുണ്ട്. അപ്പൊ സ്റ്റാർട്ടർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുക? അപ്പൊ അതിൽ ഓഫ് കോഴ്സ് ഇലക്ട്രിക്കൽ കോൺടാക്ട്സ് ആണ്. അതിൽ സ്വിച്ച് ഗിയർ ഉണ്ടാവും, അതിൽ പുഷ് ബട്ടൺ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ റിലേ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ വർക്കിംഗ് എന്താണ് എന്നുള്ളതാണ് ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല സാർ, കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പൊ ഡിഫറെന്റ് ടെക്നിക്സ് ആണ്, ടെക്നിക്സ് യൂസ്ഡ് ഇൻ മോട്ടോർ സ്റ്റാർട്ടേഴ്സ്. എന്തൊക്കെയാണ് ടെക്നിക്സ്? ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫുൾ വോൾട്ടേജ് ടെക്നിക്. ഫുൾ വോൾട്ടേജ് ടെക്നിക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫുൾ വോൾട്ടേജ് തന്നെ അപ്ലൈ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഡിഒയിൽ തന്നെ ഫുൾ വോൾട്ടേജ് നിങ്ങൾ അപ്ലൈ ചെയ്ത് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനാണ് ഫുൾ വോൾട്ടേജ് ടെക്നിക് എന്ന് പറയുക. രണ്ടാമത് എന്താണ്? റെഡ്യൂസ്ഡ് വോൾട്ടേജ് ടെക്നിക്. അപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ 100 HP മോട്ടർ ആണെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഡയറക്റ്റ് ഫുൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? ലൈനിൽ ഡിപ്പ് വരും, ഓഫ് കോഴ്സ്, അതിൽ ഒരു തർക്കമില്ല. അപ്പൊ അങ്ങനെയുള്ള മോട്ടറുകളിൽ നമ്മൾ എന്താ ചെയ്യുക? ഗ്രാജുവലി നമ്മൾ വോൾട്ടേജ് കൊടുത്ത് മോട്ടർ ഫുൾ റണ്ണിങ് ആക്കി എടുക്കും, ആ ഡിപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടി. ഫുൾ വോൾട്ടേജ് അല്ല, റെഡ്യൂസ്ഡ് വോൾട്ടേജ് ടെക്നിക്കാണ് ഉപയോഗിക്കുക. ബൈഡയറക്ഷണൽ സ്റ്റാർട്ടർ ടെക്നിക്ക്. എന്താണ് ബൈഡയറക്ഷണൽ സ്റ്റാർട്ടർ ടെക്നിക്ക്? ഇപ്പൊ ചില പ്രോസസ്സിലൊക്കെ ഫോർവേഡും റിവേഴ്സൊക്കെ മോട്ടർ കറങ്ങേണ്ട ആവശ്യങ്ങൾ വരും. അപ്പൊ ആ ഒരു ഇതിലാണ് എന്ത് ബൈഡയറക്ഷണൽ സ്റ്റാർട്ടർ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുക. മൾട്ടി സ്പീഡ്. ഇപ്പൊ ചില സമയത്ത് മോട്ടോർ ഒരു സ്പീഡിലും പിന്നെ വേറെ സ്പീഡിലൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടി സ്പീഡ് ടെക്നിക്ക് ഉപയോഗിക്കുക. ഇപ്പൊ VFD അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ വരും. അപ്പൊ അതിൽ നമുക്ക് അത് എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യണമെന്നുള്ള നമുക്ക് നോക്കാം. ഇത്രയും ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ആണ് ജനറലി ഉള്ളത്. നോക്കിയാൽ മതി. ഡയറക്റ്റ് ഓൺലൈൻ ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ ഉണ്ട്, സ്റ്റേറ്റർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ഉണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്, സോഫ്റ്റ് സ്റ്റാർട്ടർ ഉണ്ട്, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് ഉണ്ട്. DOL നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, മോട്ടോർ എടുത്തപ്പോൾ തന്നെ 5 HP വരെയാണ് DOL നോർമലി ഉപയോഗിക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് സ്റ്റാർട്ടർ ആണ്. DOL സ്റ്റാർട്ടറിൽ ഒരു കോണ്ടാക്ടർ ഉണ്ടാവും, ഒരു തെർമൽ ഓവർലോഡ് റിലേ ഉണ്ടാവും, പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം ഇതാണ്. ഒരു DOL സ്റ്റാർട്ടറിന്റെ ഒരു ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കോണ്ടാക്ടർ ഉണ്ട്, ഒരു ഓവർലോഡ് റിലേ ഉണ്ട്, വേറെ ഒന്നുമില്ല. ഒരു MCCBയുടെ ഔട്ട് നേരെ പോയി കോണ്ടാക്ടറിൽ കയറും, കോണ്ടാക്ടറിന്റെ ഔട്ടർ തെർമൽ ഓവർലോഡ് റിലേ നേരെ മോട്ടറിലോട്ട്. പുഷ് ബട്ടൺ ഉണ്ടാവും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇതാണ് അതിന്റെ കണക്ഷൻ ഡയഗ്രാം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അതിൽ അതും കൂടി ഒന്ന് ചേർത്തുന്നുള്ളൂ. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് സ്റ്റാർട്ടർ ആണ്. നിങ്ങൾക്ക് അത് വയർ ചെയ്തെടുക്കാം. അതിന് വയറിംഗ് ഒക്കെ വളരെ ഈസിയാണ്. അത് കൺസെപ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കൺട്രോൾ വയറിംഗ് എന്ന് പറഞ്ഞാൽ. ഇതാണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഇത് റെഡ്യൂസ്ഡ് വോൾട്ടേജ് സ്റ്റാർട്ടർ ആണ്. നമ്മൾ ഫുൾ വോൾട്ടേജ് സ്റ്റാർട്ടർ DOL കണ്ടു. റെഡ്യൂസ്ഡ് വോൾട്ടേജ് സ്റ്റാർട്ടറിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആണ് സ്റ്റാർ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായിരിക്കും സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിലെ ഒരു പ്രത്യേകത? മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാറിലായിരിക്കും ഡെൽറ്റയിലായിരിക്കും? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? സ്റ്റാറിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ചില 1/√3 ടൈംസ് 1/√3 ആ അത്രയും കറണ്ട് നമുക്ക് കുറക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർ ചെയ്യുക. സ്റ്റാർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എല്ലാ ഫേസിലും ന്യൂട്രൽ ഷോർട്ട് ചെയ്ത ഒരു കോമൺ പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർ കണക്ഷനിലും മോട്ടോർ റണ്ണ് ചെയ്ത് അതിന്റെ ഇത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡെൽറ്റയിലോട്ട് മാറ്റും. അപ്പൊ ഞാനൊരു കാര്യം ഒരു സംശയം ചോദിക്കുകയാണ്. ഒരു മോട്ടർ ഒരു പമ്പിലോട്ട് 3 വയർ പോകുന്നുണ്ട്, ഒരു പമ്പിലോട്ട് 6 വയർ പോകുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റാർട്ടർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? ഏത് സ്റ്റാർട്ടറാണ് അവിടെ ഉപയോഗിച്ചത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും? 6 പേരുണ്ടെങ്കിൽ സ്റ്റാർ ഡെൽറ്റ. 6 വയർ സ്റ്റാർ ഡെൽറ്റയാണ്. സാർ പറഞ്ഞ കറക്റ്റ് ആണത്. സ്റ്റാർ ഡെൽറ്റയില് ഇതാണ് ഒരു സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിന്റെ വയറിംഗ് ആണ് കാണിച്ചേക്കുന്നത്. എത്ര കോണ്ടാക്ടർ ഉണ്ട്? DOL നമ്മൾ ഒരു കോണ്ടാക്ടറെ കണ്ടുള്ളൂ. സ്റ്റാർ ഡെൽറ്റയിൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്.
മെയിൻ കോണ്ടാക്ടർ ഉണ്ട്, ഡെൽറ്റ കോണ്ടാക്ടർ ഉണ്ട്, സ്റ്റാർ കോണ്ടാക്ടർ ഉണ്ട്. 3 സ്റ്റാർട്ടർ. നിങ്ങൾ നോക്കിയാൽ മോട്ടറിലോട്ട് എത്ര വയറാ പോകുന്നത്? 2 സെറ്റ് ഓഫ് 3 നമ്പേഴ്സാ പോകുന്നത്. 6 വയർ മോട്ടറിലോട്ട് പോയി കഴിഞ്ഞാൽ അതെന്താണ്? സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടാണ്. നിങ്ങൾക്ക് ആ നോട്ടത്തിൽ തന്നെ അത് കണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു വയറിന്റെ ഡയഗ്രമാണ് അതിന്റെ ഇതാണ് 2-3 കോണ്ടാക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതാണ് സ്റ്റേറ്റർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ. നിങ്ങൾ അവിടെ വല്ലതും ഉപയോഗിക്കാറുണ്ടോ? അത് അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ടർ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? റെസിസ്റ്റൻസ് കൊടുത്തിട്ട് സ്റ്റാർട്ടിങ്ങിന്റെ ടൈമിൽ നമ്മൾ മാക്സിമം റെസിസ്റ്റൻസ് കൊടുക്കും. ഗ്രാജുവലി പിന്നെ നമ്മളത് എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരും. അങ്ങനെയുള്ള സ്റ്റാർട്ടർ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? പഴയ പമ്പോസിലൊക്കെ ഉണ്ട്. പഴയ പമ്പോസിൽ കാണും. ഞാൻ അതാണ് പഴയ പമ്പോസിലുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് കളയാറുള്ളത്, സ്കിപ്പ് ചെയ്യാറുള്ളത്. അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടറും കൂടി ഉണ്ട്, സ്റ്റേറ്റർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ. അതിന്റെ ഡയഗ്രമാണ് അത്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ റെസിസ്റ്റൻസ് മാക്സിമം കൂട്ടി കൊടുക്കും, പിന്നെ അത് ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരും. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുമല്ലോ നല്ല രീതിയിൽ. ഉപയോഗിക്കുന്നുണ്ടോ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ? വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ 3 ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ മോട്ടറിന്റെ കൂടെ സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ എന്താണ് ആ മോട്ടറിന്റെ പർപ്പസ്? എന്താ ഓട്ടോ ട്രാൻസ്ഫോമർ? ആ മോട്ടറിന്റെ പർപ്പസ് എന്താ? ആ മോട്ടറിലോട്ട് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ ഈ ട്രാൻസ്ഫോമർ കൺട്രോൾ ചെയ്യാണ്. അപ്പൊ അതിലെന്താണ്? ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് ഉണ്ട്. ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. ദിസ് സ്റ്റാർട്ടർ കൺസിസ്റ്റ് ഓഫ് ചേഞ്ച് ഓവർ സ്വിച്ച് ദാറ്റ് സ്വിച്ചസ് ദ മോട്ടർ വിത്തിൻ റെഡ്യൂസ്ഡ് വോൾട്ടേജ് ആൻഡ് ഫുൾ വോൾട്ടേജ് കണ്ടീഷൻ. മോട്ടർ കുറവുള്ളപ്പോഴും ഫുൾ വോൾട്ടേജിലായിട്ടുള്ള ചേഞ്ച് ഓവർ ചെയ്യാനുള്ള ഒരു മെക്കാനിസം അതിനുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ അപ്പൊ എന്തിലാണ് ഉപയോഗിക്കുക? നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താ ചെയ്യുക? സ്റ്റാർട്ട് പൊസിഷനിലാണെങ്കിൽ റെഡ്യൂസ്ഡ് വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോ റെഡ്യൂസ്ഡ് വോൾട്ടേജ് ഉണ്ട്, ഫുൾ വോൾട്ടേജ് രണ്ടും അപ്ലൈ ഉണ്ട്. അത് ഡിപ്പെൻഡിങ് ഓൺ ദ പർപ്പസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ റെഡ്യൂസ്ഡ് വോൾട്ടേജും റണ്ണിങ്ങിൽ നമ്മൾ വോൾട്ടേജ് കൂട്ടുകയും അങ്ങനെയാണ് അതിന്റെ ഇത് ചെയ്യുന്നത്. മോട്ടർ നിങ്ങൾ കണ്ടോ? when the motor attains 80% of its rated speed, the changeover switch is connected to run position automatically using relay. അതിന്റെ റേറ്റഡ് സ്പീഡ് 80%, മോട്ടറിന്റെ റേറ്റഡ് സ്പീഡ് RPM 80% എത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അത് റിലേ വെച്ചിട്ട് നമ്മൾ കൺട്രോൾ ചെയ്ത് റൺ പൊസിഷനിലോട്ട് ഫുൾ വോൾട്ടേജിലോട്ട് മാറ്റാം. ഓക്കെ, അതിന്റെ പിക്ചറാണ് ആ കാണുന്നത്. നിങ്ങൾ കണ്ടോ? MCB ഉണ്ട്, കോണ്ടാക്ടർ ഉണ്ട്, ഓവർലോഡ് റിലേ ഉണ്ട്, മെയിൻ കോണ്ടാക്ടർ ഉണ്ട്, ട്രാൻസ്ഫോമറിന് ഒരു കോണ്ടാക്ടർ ഉണ്ട്, ഒരു സ്റ്റാർ കോണ്ടാക്ടർ ഉണ്ട്. വോൾട്ടേജ് കുറക്കണമെങ്കിൽ ഓഫ് കോഴ്സ് സ്റ്റാർ നമ്മൾ സ്റ്റാർ ഡെൽറ്റ ഇപ്പൊ തൊട്ടും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാർ കോണ്ടാക്ടർ. അപ്പൊ ഇതിനും 3 കോണ്ടാക്ടർ ഉണ്ട്, പ്ലസ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ കൂടി ഉണ്ട്. ഈ സ്റ്റാർട്ടർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ അടുത്തതിലൂടെ നമ്മൾ പോവാണ്. സോഫ്റ്റ് സ്റ്റാർട്ടർ. ഇപ്പോ നിങ്ങളെല്ലാം സോഫ്റ്റ് സ്റ്റാർട്ടർ ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. സോഫ്റ്റ് സ്റ്റാർട്ടർ ഞാൻ ഒരു മാസം മുമ്പ് ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു പമ്പോസിൽ പോയപ്പോ ഒരു 40 HP പമ്പ് 2 ബ്ലോവറിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പൊ അതിന് അവിടെ പറഞ്ഞു ഇപ്പൊ വെച്ചാണ് സ്റ്റാർ ഡെൽറ്റയാണ്, ഇനി നമുക്ക് അത് വേണ്ട, സോഫ്റ്റ് സ്റ്റാർട്ടർ മതി എന്നാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു സ്റ്റാർ ഡെൽറ്റ എന്താ ശരീരം മര്യാദക്ക് വയർ ചെയ്ത സ്റ്റാർ ഡെൽറ്റ നല്ലത് തന്നെയാണ്, അതിലൊരു ഇതുമില്ല. സോഫ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ നത്തിങ്, അതൊരു സെമി കണ്ടക്ടർ വെച്ചിട്ടുള്ള സ്റ്റാർട്ടറാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട് അല്ലെങ്കിൽ സിമ്പിൾ നമുക്ക് പറയാം ഇലക്ട്രോണിക് സർക്യൂട്ട് വെച്ചിട്ടുള്ള സ്റ്റാർട്ടറാണ്. അത് സീരീസ് ആയിട്ട് തന്നെയാണ് മോട്ടറിലോട്ട് കണക്ട് ചെയ്യുക. അതിന്റെ ഡയഗ്രം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതിൽ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ഈ കാണുന്നത്, തൈറിസ്റ്റർ എന്ന് പറയും. 2 and 4 കണക്ട് ചെയ്തേക്കാണ്. ഇതാണ് ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ സോഫ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ് ഈ പറഞ്ഞ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അപ്പോ consists of back-to-back thyristor or triacs in each phase of the stator winding. By controlling the firing angle to these thyristors,
the voltage applied to the motor will be reduced stepless. വോൾട്ടേജ് നമ്മൾ അതിന്റെ ഫയറിംഗ് ആംഗിൾ തൈറിച്ച് ഇപ്പോൾ പവർ ഇലക്ട്രോണിക്സ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലോട്ടൊന്നും പോയില്ല. അപ്പോൾ ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ടൈർസിന്റെ ഫയറിംഗ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മോട്ടറിലോട്ട് കൊടുക്കുന്ന വോൾട്ടേജ് നമ്മൾ ഇതാക്കാണ്. പിന്നെ അടുത്ത പോയിന്റ് നോക്കിയേ, ഫോർ ലാർജർ മോട്ടർ ദ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് ആർ യൂസ് ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് എ സോഫ്റ്റ് സ്റ്റാർട്ട് ഫംഗ്ഷൻ. സച്ച് ഡ്രൈവ്സ് കൺട്രോൾ ദ സ്റ്റാർട്ടിംഗ് കറന്റ് ആസ് വെൽ ആസ് സ്പീഡ് ഓഫ് ദ മോട്ടർ ടു ദ ഡിസൈഡ് വാല്യൂ. അപ്പോ ഞാൻ ചോദിക്കാണ്, സോഫ്റ്റ് സ്റ്റാർട്ടർ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക അതോ VFD ആണോ? നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. സോഫ്റ്റ് സ്റ്റാർട്ടർ ആണോ VFD ആണോ? സോഫ്റ്റ് സ്റ്റാർട്ടർ തന്നെയാണ്. സോഫ്റ്റ് സ്റ്റാർട്ടർ തന്നെയാണ്. അപ്പൊ നോക്കിയ സോഫ്റ്റ് സ്റ്റാർട്ടറിന്റെ വേറൊരു പേരാണ് റെഡ്യൂസ്ഡ് വോൾട്ടേജ് സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സ്, RVSS എന്നുള്ളൊരു പേരും കൂടി അതിനുണ്ട്. അപ്പൊ അത് ഇലക്ട്രോണിക് സാധനമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള ഡിഫറൻസ് രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ സോഫ്റ്റ് സ്റ്റാർട്ടർ മെയിൻലി എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്പീഡും ടോർക്ക് കൺട്രോളും. സ്പീഡും ടോർക്ക് കൺട്രോൾ, ഇനീഷ്യൽ ആയിട്ടുള്ള ടോർക്കും ഡ്യൂറിങ് സ്റ്റാർട്ടപ്പിൽ മാത്രം. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിൽ സ്പീഡും ടോർക്ക് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിലാണ് എന്ത് ഉപയോഗിക്കുക? സോഫ്റ്റ് സ്റ്റാർട്ടർ നമ്മൾ ഉപയോഗിക്കുക. റെഡ്യൂസിങ് ലാർജ് സ്റ്റാർട്ടപ്പ് ഇൻട്രസ്റ്റ് കറന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ലാർജ് മോട്ടർ ഈസ് റിക്വയർഡ്. വലിയ മോട്ടറുകൾക്ക് സ്വാഭാവികമായിട്ട് 250 HP 150 HP അങ്ങനെയുള്ള മോട്ടറുകളായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ അതിലോട്ടുള്ള കറണ്ടുകൾ കുറയാനായിട്ട് നമ്മൾ സോഫ്റ്റ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ പ്രഷറും കാര്യങ്ങളൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് ഇപ്പോൾ ഇലക്ട്രോണിക് സാധനമാണ്, സിമ്പിളായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും കാര്യങ്ങളും ഇതെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്പേസ് ഇപ്പൊ VFD ആണെങ്കിൽ VFDക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ഒരു 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. സോഫ്റ്റ് സ്റ്റാർട്ടറും VFD തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അതിലൂടെ നമ്മൾ വരും. അപ്പൊ അതിനേക്കാളും സ്പേസ് കുറവ് മതി സോഫ്റ്റ് സ്റ്റാർട്ടറിന്, അതിനേക്കാളും റേറ്റും കുറവാണ്. അപ്പൊ അതിന്റെ ഡയഗ്രം നമ്മൾ നേരത്തെ നോക്കി. KM എന്ന് പറഞ്ഞാൽ 3 കോണ്ടാക്ടേഴ്സ്, മെയിൻ കോണ്ടാക്ടേഴ്സ്. അതായത് ഈ KM1 KM2 KM3 എന്ന് പറഞ്ഞാൽ മെയിൻ കോണ്ടാക്ടറിന്റെ ടെർമിനൽസ് ആണ്. FR1 3 എന്താണ്? ഓവർലോഡ് റിലേ ആണ്. Q2 Q3 എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സ്റ്റാർട്ടർ ആണ്. അപ്പൊ നേരെ സീരീസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യുന്നു, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കണക്ഷൻ ഡയഗ്രമാണ് ഞാൻ ചേർത്തേക്കുന്നത്. സർക്യൂട്ട് ബ്രേക്കറിൽ നേരെ സ്റ്റാർട്ടറിൽ വരുന്നു, സ്റ്റാർട്ടറിൽ നേരെ മോട്ടറിലോട്ട് പോകുന്നു. നമ്മൾ പുഷ് ബട്ടൺ വെച്ചിട്ട് അത് ഓണും ഓഫും ചെയ്യുന്നു. അപ്പൊ വെൻ ടു യൂസ് എ സോഫ്റ്റ് സ്റ്റാർട്ടർ, നമ്മൾ നേരത്തെ മോട്ടോർ എടുത്തപ്പോ IE2 IE1 അങ്ങനെ TFC അങ്ങനെ OPD അങ്ങനെ ഇതെല്ലാം നമ്മൾ നോക്കിയായിരുന്നു. ഇതിലെന്താണ് എന്തൊക്കെ നമ്മൾ ഏതൊക്കെ സ്റ്റാർട്ടർ എന്തിനൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുള്ള വളരെ റിലവൻസ് ആണ്. അപ്പോ നമ്മൾ പറഞ്ഞു തൈർഷ്യസ് 6 ആഗ് മാനറിൽ നമ്മൾ കണക്ട് ചെയ്തേക്കാണ്. അപ്പൊ അതില് എന്താ പറയാ ട്രിഗറിങ് വെച്ചിട്ടാണ് നമ്മൾ അത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇൻട്രസ്റ്റ് കറണ്ട് കുറക്കുന്നത്. അപ്പോ 250 HP മോട്ടറിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഫ്റ്റ് സ്റ്റാർട്ടർ ഉപയോഗിക്കാറുണ്ടോ? ഉപയോഗിക്കാറുണ്ടോ അത്? ഉണ്ട്. 250 ഉണ്ട്. അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ആ സോഫ്റ്റ് സ്റ്റാർട്ടർ വെച്ചിട്ട് നിങ്ങൾ സ്പീഡ് കൺട്രോൾ ചെയ്യാറുണ്ടോ മോട്ടറിന്റെ റണ്ണിങ്ങിൽ? ഡിസ്ചാർജും ഹെഡും നമുക്ക് വേരിയിങ് അല്ലാത്തത് കൊണ്ട് കോമൺലി ഒരേ സ്പീഡിൽ തന്നെയാണ് 1450 ആ ഒരു RPM. അതാണ് ആ ഡിഫറൻസിലോട്ട് ഞാൻ വരാണ്. അതാണ് ഈ VFDയുടെ മെയിൻ അഡ്വാൻറ്റേജ്. അതാണ് അവിടെയാണ് നിങ്ങൾക്ക് റണ്ണിങ്ങില് മോട്ടറിന്റെ സ്പീഡ് നിങ്ങൾക്ക് വേരി ചെയ്യാൻ പറ്റും ബൈ കൺട്രോളിങ്. എന്താണ് ഫ്രീക്വൻസിയും കൂടി കൺട്രോൾ ചെയ്യാണ്. VFD എന്ന് പറഞ്ഞാൽ 2 പാരാമീറ്റേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിലും സ്റ്റോപ്പിലും മാത്രമല്ല റണ്ണിങ്ങിൽ നിങ്ങൾക്ക് ആ മോട്ടറിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. അതാണ് VFDയുടെ ഒരു പ്രത്യേകത.
അപ്പൊ സോഫ്റ്റ് സ്റ്റാർട്ടറിൽ ആ പ്രത്യേകത ഇല്ല. സ്റ്റാർട്ടിലും സ്റ്റോപ്പിലും മാത്രമേ നമുക്ക് ആ സ്പീഡിന്റെ വേരിയേഷൻ മാത്രം വരുള്ളൂ. റണ്ണിങ്ങിൽ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാറില്ല. VFD ഡ്രൈവ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് അതിന്റെ റണ്ണിങ്ങിലും അത് നമ്മൾ കൺട്രോൾ ചെയ്യാറുണ്ട്. അഡ്ജസ്റ്റബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ് എന്നാണ് അതിനെ പറയാം. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? ആ സാറേ നമ്മുടെ അരുവിക്കര പ്ലാന്റിൽ നമ്മൾ 4 VFD ഉണ്ട്. 617 HP ആണെന്നാണ് എൻ്റെ ഓർമ്മ പമ്പിന്റെ. അപ്പോൾ VFD സപ്ലൈ ചെയ്തിരിക്കുന്നത് TMEIC എന്ന് പറഞ്ഞ തോഷിബ മിത്സുബിഷി ആ ഫോമാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വാട്ടർ തോട്ടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു VFD വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. അതിന്റെ പാർട്സ് ഒക്കെ മാറ്റാനും അവർ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ മാറ്റാൻ അവരുടെ കമ്പനിയിൽ നിന്ന് ആൾ വന്ന് സർവീസ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം ഒരെണ്ണത്തിന്റെ പാർട്സ് മാറ്റാൻ തന്നെ അവർ 55 ലക്ഷത്തോളം രൂപ പറയുന്നുണ്ട്. പിന്നെ ഫിൽറ്റർ മാറ്റാൻ വേറെ പറയുന്നുണ്ട്. പക്ഷേ സാർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അതിൽ ചെയ്യാറുണ്ട്. സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ അല്ല, ഈ ഇത്ര HP മോട്ടറിന്റെ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ എന്ത് പർപ്പസിനാണ് അത് നിങ്ങൾ ചെയ്യാറ്? നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതിരിക്കുന്ന നമ്മുടെ പ്ലാന്റ് സിറ്റിയില് പ്ലാന്റ് കവടിയാരം മെഡിക്കൽ കോളേജ് പിന്നെ പേരുക്കട ഈ 3 സ്ഥലത്തോട്ടും വെള്ളം കൊടുക്കാറുണ്ട്. ഇതിലേതെങ്കിലും ഒക്കെ ഒരു ലൈനിൽ പണി വരുന്നെങ്കിൽ അവിടോട്ടുള്ള വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അന്നേരം വേണ്ട. അപ്പം പ്ലാന്റ് ഓഫ് ആക്കാതെ നമ്മൾ ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യും. അതല്ലേ? അതാണ് ഞാൻ അതിന്റെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. അതായത് ഇതാണ് അതിനൊരു അഡ്വാൻറ്റേജ്. പക്ഷെ നിങ്ങളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വാട്ട് എവർ ഇറ്റ് മേ ബി നിങ്ങൾ എന്ത് പർച്ചേസിന് പോയാലും നിങ്ങൾ അഡീഷണൽ വാറണ്ടിയും AMC നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ അത് അവരോട് ചോദിച്ചിരിക്കണം. അങ്ങനെ ഇനീഷ്യൽ ഒരു കോൺട്രാക്ട് ചെയ്യാവൂ. അപ്പൊ ഇതിനകത്ത് ഇനീഷ്യലി AMC എടുത്തിട്ടില്ലായിരുന്നു, അത് ഒരു വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പം VFD വേണോ ഈ സോഫ്റ്റ് സ്റ്റാർട്ടർ വേണോ എന്നുള്ള ഒരു വലിയൊരു കൺഫ്യൂഷനിലൂടെയാണ്. അല്ല, ഞാൻ പറയുന്നത് സോഫ്റ്റ് സ്റ്റാർട്ടർ ഇപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കുകയാണ്. ഒരു ലൈനിൽ പമ്പിങ് വേണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളത്? ഫുൾ ഇതിൽ തന്നെ പമ്പിങ് ചെയ്യേണ്ടി വരില്ലേ? അതെ, അതാണ് ഇതിന്റെ ഒരു അത് നമ്മൾ ത്രോട്ടിൽ ചെയ്ത് പമ്പ് ത്രോട്ടിൽ ചെയ്തൊക്കെയാണ് അല്ലാതെ ചെയ്യുന്ന. അതൊരു ശരിയായ രീതിയല്ല. അതാണ് യൂഷ്വലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അത് സക്സസ് ആണോ? ത്രോട്ടിൽ ചെയ്ത സക്സസ് ആണോ? പമ്പിന്റെ കാലാവധിയൊക്കെ ബാധിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷെ VFD വാട്ടർ അതോറിറ്റിക്ക് എക്കണോമിക്കലി ഇതല്ല, ഇത് വേണ്ട, മറ്റേ സോഫ്റ്റ് സ്റ്റാർട്ടർ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്, ഹൈ ലെവലിൽ നടക്കുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് ഇത് ഓർക്കും ചെയ്യാൻ വേണം. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര വർഷത്തേക്ക് നിങ്ങൾ ഫുൾ അതിന് വാറണ്ടി പാർട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം. അത് കഴിയുമ്പോൾ ഒരു വർഷത്തേക്ക് ഇത്ര ഒരു പേയ്മെന്റ് വെച്ചിട്ട് നമ്മളൊരു AMC ഒരു വർഷത്തേക്ക് ഒരു 5 വർഷം വാട്ട് എവർ ഇറ്റ് മേ ബി AMC അതിൽ നിങ്ങൾ വന്ന് പീരിയോഡിക് ആയിട്ട് അത് മെയിൻ്റെനൻസ് ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളതാണ് വാട്ട് ഐ അണ്ടർസ്റ്റുഡ്. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും അത്. അതുപോലെ സാറേ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ HP മുകളിലുള്ള പമ്പാണെങ്കിൽ VFD പറ്റത്തുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. നമ്മുടെ ആപ്ലിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമുക്ക് എന്താണെന്നുള്ളത്. ഇപ്പൊ മാഡം പറഞ്ഞ പോലെ ത്രോട്ടിൽ ചെയ്ത് ഉപയോഗിക്കില്ല എനിക്ക് എത്ര തോന്നുള്ളൂ, അത് അത്രയും ആ പമ്പിന്റെ ലൈഫ് തീർച്ചയായിട്ടും അതിനെ ബാധിക്കും അത്. അതെ അതെ. അപ്പൊ ഇത് നല്ല രീതിയിൽ നമ്മൾ മെയിൻ്റെനൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. സാറെന്തോ ചോദിച്ചല്ലോ? അല്ല സാറേ, ഇപ്പം ഞങ്ങളുടെ സിറ്റുവേഷനിൽ VFD ഇല്ലാണ്ട് പറ്റില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു VFD കുറെ കൂടി കോമൺ ആയിട്ട് വരികയാണ്. കാര്യം നമ്മുടെ പല പ്രോജക്ട്സും ഇപ്പം സോഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഡാംസ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ഡാമിൽ തന്നെ 2 ഫ്ലോട്ടിംഗ് പോണ്ടൂൺ ഇറക്ട് ചെയ്തിട്ട് അതിനകത്ത് പമ്പ് ഹൗസസ് വരുന്നുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിലുണ്ട്, പൊന്മുടി ഡാമിലുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹെഡ് ഒരു 30 മീറ്റേഴ്സിന്റെ വേരിയേഷൻ വരും വേനൽക്കാലത്തും മഴക്കാലത്തും. അപ്പം നമ്മള് വെള്ളം കൂടുന്നതിനനുസരിച്ച് ഹെഡ് പമ്പ് ചെയ്യേണ്ടുന്ന ഹെഡ് കുറഞ്ഞു വരും. അപ്പൊ അതനുസരിച്ച് ഡിസ്ചാർജ് വേരി ചെയ്യും. അപ്പൊ അത് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതെ സാർ പറഞ്ഞാൽ വളരെ കറക്റ്റാ. അങ്ങനെ ഒരു ആപ്ലിക്കേഷനിലൊക്കെ എന്തായാലും നമുക്ക് അതൊരു സോഫ്റ്റ് സ്റ്റാർട്ടർ ഉപയോഗിച്ച് ഫുൾ സ്പീഡിൽ നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് നമുക്കത് പയബിൾ ആയിരിക്കില്ല. നമുക്ക് ആദ്യം ഈ പമ്പ് സപ്ലൈസ് അവര് സോഫ്റ്റ് സ്റ്റാർട്ടർ ആണ്
പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോ അവരോട് VFD ആക്കി മാറ്റി തരാൻ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ പെർഫോമൻസ് പാരാമീറ്റേഴ്സ് എങ്ങനെ ആണ് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അവരുടെ തന്ന അത് നമുക്ക് നോക്കാം സാറേ. സാർ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചോ. നമുക്ക് കൺസേൺ കമ്പനീസിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ച് അവരെ അഷുറൻസ് ഒക്കെ മേടിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിലൊന്നും നോ ഇഷ്യൂ. അതിലൊക്കെ ഫുൾ സപ്പോർട്ടൊക്കെ നമുക്ക് തരാം. ഓക്കെ. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് ആണ്. VFD അഡ്വാൻറ്റേജസ് ആണ്, എനർജി സേവിംഗ് ആണ്, റെഡ്യൂസസ് പവർ വെൻ റിക്വയർഡ്. അപ്പൊ നമുക്ക് ഫ്ലോ ഫുൾ വേണമെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, സ്പീഡ് കൺട്രോൾ ചെയ്യാം. അപ്പൊ അതാണ് VFDയുടെ കുറെ കാര്യങ്ങൾ. ഇങ്ങനെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ, അതിന്റെ ഇത് റിലേ ഔട്ട്പുട്ട്, സെൽഫ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതാണ് ഒരു VFDയുടെ കണക്ഷൻ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഒരു ലൈന് സിംഗിൾ ഫേസ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാൻ വേണ്ടി ഒരു MCB സപ്ലൈ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കുന്നതാണ്. അപ്പൊ അവിടെ ഒരു ബ്രേക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങൾ പമ്പിലോട്ടുള്ള കണക്ഷൻ കണ്ടു, അതുകൊണ്ടാണ് ഒരു ബ്രേക്ക് റെസിസ്റ്റർ. അത് വേറെ ഒന്നുമല്ല, മോട്ടോർ സ്ലോ ആവണമെന്ന് വിചാരിക്കുക, നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്ത് മോട്ടോർ കുറക്കാണെന്ന് വിചാരിക്കുക. ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കാം? ആ സമയത്ത് എന്ത് സംഭവിക്കാം? സ്പീഡ് കുറയുമ്പോൾ മോട്ടറിന് വേണമെങ്കിൽ ഒരു ജനറേറ്ററെ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. റിവേഴ്സ് പവർ വന്നിട്ട്, റിവേഴ്സ് പവർ തിരിച്ചു വന്നിട്ട്. അപ്പോ ആ പവർ VFDയിലോട്ട് പോയി കഴിഞ്ഞാൽ VFD കത്തിപ്പോവും. അതുകൊണ്ടാണ് അത് അബ്സോർബ് ചെയ്ത് ഹീറ്റായിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക് റെസിസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഇവിടെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ VFDന് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ബ്രേക്ക് റെസിസ്റ്റർ ഉണ്ടോ, എന്താണ്, എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതെന്താണെന്നുള്ള അവരോടൊക്കെ ജസ്റ്റ് ഒന്ന് ചോദിച്ചേക്കുക. അപ്പൊ എങ്ങനെയാണ് VFD എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുക? സെമി കണ്ടക്ടർ ആണ്, ഓഫ് കോഴ്സ്. This motor starter controls the motor speed completely during its operation. അതാ പറഞ്ഞത്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതിന്റെ സ്പീഡ് വേരി ചെയ്യാം. അപ്പൊ സാറ് പറഞ്ഞ ഈ ഡാമിന്റെ ആപ്ലിക്കേഷനൊക്കെ ഓഫ് കോഴ്സ് നമുക്ക് ഈ VFD എന്നുള്ള സാധനമേ പറ്റുള്ളൂ. നമുക്ക് സ്പീഡ് ഹെഡ് വെച്ചിട്ട് ഇപ്പൊ വേനൽക്കാലത്തുള്ള വെള്ളത്തിന്റെ ലെവലും മഴക്കാലത്തുള്ള വെള്ളത്തിന്റെ ലെവലും വെച്ചിട്ട് നമുക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് ഓപ്പറേഷനിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. വോൾട്ടേജ് മാത്രമല്ല, ഫ്രീക്വൻസിയും കൂടിയാണ്. അതായത് 2 പാരാമീറ്റേഴ്സ് ആണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് VFDയിൽ. വോൾട്ടേജും ഫ്രീക്വൻസിയും കൺട്രോൾ ചെയ്യും. ഈ 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അത് മൊത്തം അഡ്ജസ്റ്റ് ചെയ്യണത്. ഇതാണ് സോഫ്റ്റ് ആർഡറും വേരിയബിൾ. ഏത് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു ചോദ്യം. നിങ്ങളും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ചോദ്യം അതാണ്. 2 നമുക്ക് ഇൻട്രസ്റ്റ് കറണ്ട് കുറക്കാം, ടോർക്ക് ഉപയോഗിക്കാനൊക്കെ നമുക്ക് കുറക്കാം. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. ഇപ്പൊ മാഡം പറഞ്ഞ പോലെയും സാറ് പറഞ്ഞ പോലെയും നമുക്ക് ത്രോട്ടിൽ ചെയ്യാണ്ടും ഹെഡും ക്ലൈമറ്റ് അനുസരിച്ചുള്ള വാട്ടറിന്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനും കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്ത് വേണം? റണ്ണിങ്ങിലും സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ ഓഫ് കോഴ്സ് VFDയിലോട്ട് തന്നെ പോകേണ്ടി വരും. അങ്ങനെ VFDയും സോഫ്റ്റ് ചാർട്ടറും തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് ആണ് ഞാൻ കാണിച്ചേക്കുന്നത്. മറ്റേ VFDയിലാണെങ്കിൽ റണ്ണിങ്ങിലും ചെയ്യാം, മറ്റേതിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് എന്നുള്ള ഇതിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റാർട്ടറിന്റെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്ക് അധികം ടോപ്പിക്സ് ഇല്ല, 2 സാധനം ഉള്ളൂ. അപ്പൊ ഞങ്ങൾ കൂടുതൽ FCMA ഉപയോഗിക്കുന്നുണ്ട്. FCMA സാർ ഇതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണോ? FCMA നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങളത് യൂസ് ചെയ്യുന്നുണ്ടല്ലേ? ഇലക്ട്രോണിക് സോഫ്റ്റ് സ്റ്റാർട്ടറിനേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്ന FCMA ആണ്. അത് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഒരു സെഷനോട് ഒരു 2 ആഴ്ചകളത്തേക്ക് ഒരു സെഷൻ വരും, ഒരു ഡിസ്കഷനൊക്കെ വരും. അപ്പൊ അതിൽ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തോളാം. ഞാൻ എന്തായാലും അതിന്റെ ഒരു അഡ്വാൻറ്റേജും കാര്യങ്ങളും ഞാൻ പറഞ്ഞോളാം. ഓക്കെ. നമുക്കൊരു 14-ാം തീയതി ഒരു സെഷനോട് വെക്കണോണ്ട് ബുദ്ധിമുട്ടുണ്ടാവോ? നമുക്കൊരു ട്രാൻസ്ഫോമറും ഇതിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഈ സമയം തന്നെ. നിഖിലേ? ഇല്ല, നമുക്ക് അറേഞ്ച് ചെയ്യാം സാർ. ഞാൻ ഒരുപാട് ടോപ്പിക്സ് നമുക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ഓടിച്ചിട്ട് എന്തെങ്കിലും കാണിച്ചാലും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഐ ആം റെഡി. നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ ഞാനത് അന്ന്
നമുക്കൊരു ട്രാൻസ്ഫോമറും ഒരു കപ്പാസിറ്ററിനെ കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാനുണ്ട്. ആ ട്രാൻസ്ഫോമർ, കപ്പാസിറ്റർ, എർത്തിങ്ങും പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനും കൂടി നമുക്ക് അന്ന് വെക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ സാർ, അപ്പൊ നമുക്ക് ചെറിയ 2 ടോപ്പിക്സേ ഉള്ളൂ. നമുക്ക് അത് പെട്ടെന്ന് അത് എടുത്ത് നമുക്കത് 9:30 വൈൻഡപ്പ് ചെയ്യാം. ചെയ്യാം 9:30 നമുക്ക് കറക്റ്റ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഇപ്പൊ സ്റ്റാർട്ടർ ആണ് നോക്കിയത്. നമുക്ക് റിലേസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം, പവർ ഫാക്ടർ നോക്കാം. അതും കൂടെ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്സ്. നമുക്ക് 9:30 തന്നെ വൈൻഡപ്പ് ചെയ്യാം. സാറേ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ, ഷെയർ ചെയ്തായിരുന്നോ? ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ. റിലേസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെ ടൈപ്സ് റിലേസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എർത്ത് ലീക്കേജ് റിലേ. എർത്ത് ലീക്കേജ് റിലേയുടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനൊരു പവർ നിങ്ങളുടെ ഒരു പമ്പ് ഹൗസിൽ ഞാൻ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ ഞാൻ ഒന്ന് പറയേണ്ടതാണ്. അപ്പൊ ഇന്നിപ്പോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഡിസ്കഷനിൽ ഡീറ്റെയിലായിട്ടൊന്ന് പറയാം. എർത്ത് ലീക്കേജ് റിലേ വേറെ ഒന്നുമല്ല, എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഓരോ പമ്പിന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നിങ്ങൾ എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ഒന്ന് കൊടുക്കണം. നിങ്ങളുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നനഞ്ഞ എൻവയോൺമെന്റിലാണ് പലയിടത്തും പാനൽ വെച്ചിരിക്കുന്നത് CRCA ഷീറ്റ് വെച്ചുള്ള പാനലാണ്. ഞാനൊരു സജഷൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ വാട്ടർ ഏരിയയിൽ നിങ്ങൾ പാനൽ ബോർഡ് വെക്കുമ്പോൾ നിങ്ങൾക്ക് പോളി കാർബണേറ്റ് പാനലിലോട്ട് പോയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ ഇൻസുലേറ്റർ, അതിന്റെ ഹാൻഡിലിന് പുറത്തൊന്നും നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്കൊന്നും അടിക്കില്ല. അപ്പൊ അത് നിങ്ങളൊന്ന് അതിനെ കുറിച്ചൊന്ന് കൺസിഡറേഷൻ നിങ്ങളൊന്ന് ചെയ്യണമെന്നുള്ളത് എന്റെ ഭാഗത്തുനിന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ്. നമുക്ക് മോട്ടറിന്റെ അടുത്തൊക്കെ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും. അപ്പൊ അതില് എർത്ത് ലീക്കേജ് റിലേയില് ഇലക്ട്രോ മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക് ഉണ്ട്. അപ്പൊ അതിന്റെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഇതാണ്. അപ്പൊ ഇതാണ് ആ റിലേയുടെ കണക്ഷൻ. നിങ്ങൾ കണ്ടല്ലോ, ഈ CBCT എന്ന് പറഞ്ഞ സാധനം കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മോട്ടറിലോട്ട് കൊടുക്കുന്ന വയറുമേന്ന് നമ്മൾ ഈ CT ത്രൂ ആയിരിക്കും എല്ലാ വയറും മോട്ടറിലോട്ട് പോവാം. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ ഒരു എർത്ത് ലീക്കേജ് റിലേ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എന്താണ് ഈ CBCT എന്നുള്ള സാധനമാണ്? കോർ ബാലൻസ് കറന്റ് ട്രാൻസ്ഫോമർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇത് എന്താ സെൻസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാലൻസ്ഡ് 3 ഫേസ് സിസ്റ്റത്തിൽ ന്യൂട്രൽ കൂടെ ഉള്ള കറണ്ട് 0 ആണ്. അപ്പൊ ഇഫ് there is any abnormality, this CBCT will sense and gives the signal to the ELR and ELR will trip the breaker. ആ ബ്രേക്കർ ട്രിപ്പ് ചെയ്യും. അപ്പോ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് എർത്ത് ലീക്കേജ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഹെവി മോട്ടോഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ELR കഴിയുന്നതും ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. തെർമൽ ഓവർലോഡ് റിലേ, അത് നമ്മൾ DL സ്റ്റാർട്ടറിലും കണ്ടു, സ്റ്റാർട്ടറിലെല്ലാം ഉണ്ട്. അപ്പൊ എന്താണ് ഒരു തെർമൽ ഓവർലോഡ് റിലേയുടെ പ്രത്യേകത? അതിൽ വേറൊന്നുമല്ല, മോട്ടോർ ഇപ്പൊ എന്തെങ്കിലും മോട്ടറിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റിയോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റായി കറണ്ട് കൂടി ഈ റിലേ സെൻസ് ചെയ്യും. ഈ റിലേയിൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ റിലേയിൽ നമുക്ക് കറണ്ട് സെറ്റിംഗ് ചെയ്യാം. 5 HP മോട്ടർ ആണെങ്കിൽ ഇത്ര ആംപിയർ എന്ന് പറഞ്ഞ് നമുക്ക് ആ റിലേയിൽ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു കണക്ഷൻ ഡയഗ്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അതിൽ സ്ക്രീനിൽ. പിന്നെ ഉള്ളതാണ് ഇപ്പൊ ഈ റിലേയിൽ പറയുമ്പോൾ ഇതിന് വേറൊരു കാര്യമുണ്ട്. ഇത് ഓട്ടോമാറ്റിക് റീസെറ്റിംഗ് ഉണ്ട്, മാനുവലും ഉണ്ട്. വൺസ് മോട്ടോർ ട്രിപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ പോയി റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. മാനുവൽ റീസെറ്റിംഗ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി അത് ട്രിപ്പായി തന്നെ അത് റീസെറ്റ് ആയി വരും. പിന്നെ നമ്മൾ പുഷ് ബട്ടൺ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി. അങ്ങനത്തെ ടൈപ്പ് റിലേയും അവൈലബിൾ ആണ്. മോട്ടോർ പ്രൊട്ടക്ഷൻ റിലേ, ഈ റിലേ ആയിരിക്കും നിങ്ങളിപ്പോൾ കൂടുതൽ ഉപയോഗിക്കുക വലിയ മോട്ടോറുകൾക്ക്. അതിൽ മോട്ടറിന്റെ റണ്ണിങ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം അതിൽ കാണാൻ പറ്റും.
അതിൽ ഉള്ള പ്രൊട്ടക്ഷൻസ് ആണ് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, അണ്ടർ വോൾട്ടേജ് ഉണ്ട്, ഓവർ വോൾട്ടേജ് ഉണ്ട്, കറണ്ട് ഇംബാലൻസ് ഉണ്ട്. ഇങ്ങനെ ഇതാണ് ഒരു മോട്ടോർ പ്രൊട്ടക്ഷൻ റിലേയുടെ ജസ്റ്റ് ഒരു സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതാണ്. ഇതിലെല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ 250ക്ക് മേലുള്ള മോട്ടോഴ്സിന് ഇന്ന പ്രൊട്ടക്ഷൻസ് വേണമെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളെ നേരത്തെ ഒരു സ്ലൈഡിൽ കാണിച്ചായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം വരുമ്പോൾ അതിൽ വരും. ഇനി ഇതാണ് ഫേസ് ഫെയിലിയർ റിലേ. ഫേസ് ഫെയിലിയർ റിലേ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് പ്രിവെൻഡർ. ഫേസ് ഫെയിലിയർ റിലേ അഡീഷണലി കൊടുക്കാറുണ്ട്. അതായത് ഒരു 3 ഫേസ് മോട്ടർ ആണെങ്കിൽ ഒരു ഫേസ് പോയി കഴിഞ്ഞാൽ മോട്ടറിന് എന്തെങ്കിലും ഡാമേജ് വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ വേറെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഓവർലോഡ് റിലേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓവർലോഡ് റിലേക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഓഫ് കോഴ്സ് ഒരു ഫേസ് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഫേസ് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റു 2 ഫേസിലെ വോൾട്ടേജിന്റെ ഡിഫറൻസ് വന്ന് മോട്ടോർ ഓവർലോഡായി ഈ റിലേ വർക്ക് ചെയ്യും. എന്നിരുന്നാലും ഈ ഒരു റിലേയും കൂടി അഡീഷണൽ കൊടുത്താൽ മോട്ടറിന് ഒരു അഡീഷണൽ സേഫ്റ്റിയാണ്. ഒരു ഫേസ് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. 3 ഫേസ് ഉണ്ടെങ്കിൽ മാത്രമേ മോട്ടോർ ഓൺ ആവൂ. ഇങ്ങനെ ഒരു സാധനം കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ചെറിയൊരു ടോപ്പിക് കൂടി ഉള്ളൂ, പവർ ഫാക്ടറിന്റെ കേസ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പവർ ഫാക്ടർ എന്താണ്, അത് എങ്ങനെയാണ് KVAയും KW ഒക്കെ ആയിട്ടുള്ള റിലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ വേറെ ഒന്നുമല്ല, കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്നുള്ളതാണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ പവർ ഫാക്ടർ 96% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂടുതലാണ്. ഒരു 75% പവർ ഫാക്ടർ ഉള്ള സിസ്റ്റത്തിനേക്കാളും. പവർ ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താന്നുള്ള കഥ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഒരു പവർ ട്രയാങ്കിൾ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണം, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അപ്പാരന്റ് പവർ ഉണ്ട്, ട്രൂ പവർ ഉണ്ട്, റിയാക്റ്റീവ് പവർ ഉണ്ട്. അപ്പൊ ഇതിൽ ഏത് പവറാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പവർ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? യൂസ്ഫുൾ ആയിട്ടുള്ള പവർ ആക്റ്റീവ് പവർ ആണ് സാറേ. ആക്റ്റീവ് പവർ ആണ്. ഈ സാർ മറക്കരുത്. ഇതാണ് പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ ആണ്. cos phi എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ. ഞാനത് വാട്ട്സിലും VAയിലും കാണിച്ചിട്ടുണ്ട്, കിലോവാട്ടിലും KVAയിലും കാണിച്ചിട്ടുണ്ട്. അപ്പൊ പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു ആക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ അപ്പാരന്റ് പവർ. അതെന്താ? റിയൽ പവർ, റിയൽ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ദ പവർ സപ്ലൈ ടു ദ എക്യുപ്മെന്റ് ദാറ്റ് പെർഫോംസ് യൂസ്ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് വർക്ക്. അതാണ്, അതായത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ആ എക്യുപ്മെന്റ് വർക്ക് ചെയ്യണതിനാണ് നമ്മൾ എന്ത് പറയാ, റിയൽ അല്ലെങ്കിൽ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. അല്ല, ആക്റ്റീവ് പവർ എന്ന് പറയുന്നത്. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? The power required by equipment such as transformers and motors to produce magnetic fields, enabling actual work to be done. അത് വേറെ ഒന്നുമല്ല സാറേ. ഒരു മോട്ടറോ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമല്ലോ. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാണ്. ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവാൻ വേണ്ടി മോട്ടർ സപ്ലൈയിൽ നിന്ന് റിയാക്റ്റീവ് പവർ വലിച്ചെടുക്കും. മോട്ടർ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി സപ്ലൈയിൽ നിന്ന് റിയാക്റ്റീവ് പവർ വലിക്കും. ഈ റിയാക്റ്റീവ് പവർ വലിക്കുമ്പോൾ എന്താ സംഭവിക്കുക? സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കറണ്ട് കൂടും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ്, റിയാക്റ്റീവ് പവർ വലിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക, മോട്ടറിന്റെ അടുത്ത് കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കൊടുക്കും റിയാക്റ്റീവ് പവർ കൊടുക്കാനായിട്ട്. അപ്പൊ അതിൽ നിന്ന് എടുക്കും സാധനം. സിമ്പിൾ ആണ്. ഞാൻ ആ പവർ ഫാക്ടർ കറക്ഷൻ എന്നുള്ള കാര്യങ്ങൾ കൺസെപ്റ്റിൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാണ്. റൊട്ടേറ്റീവ് മാഗ്നറ്റിക് ഫീൽഡിന് വേണ്ടി സിസ്റ്റത്തിൽ നിന്ന് റിയാക്റ്റീവ് പവർ ഡ്രോ ചെയ്യും. ആ റിയാക്റ്റീവ് ഡ്രോ ചെയ്യുമ്പോൾ
സപ്ലൈയിൽ നിന്ന് കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് മോട്ടറിന് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യും. അപ്പൊ ഈ കപ്പാസിറ്ററിൽ നിന്നായിരിക്കും എന്തെടുക്കുക, റിയാക്റ്റീവ് പവർ എടുക്കുക. ഓക്കെ അല്ലേ? അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ ഈ രണ്ടും തമ്മിലുള്ള സമ്മാണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് ഒരു സാധനം വെച്ചിട്ടുണ്ട്. റിയൽ പവർ അല്ലെങ്കിൽ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് KW, റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ kVAR. എന്താണ്? വേസ്റ്റഡ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോ സ്വാഭാവികമായിട്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ kVAR ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? മിഡിൽ വരെയാണ് ഈ ഗ്ലാസിന്റെ, ഈ കോളയുടെ ഗ്ലാസിന്റെ ലാസ്റ്റ് വരെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ മീനിങ്? വേസ്റ്റഡ് ഇലക്ട്രിസിറ്റി കൂടുതലാ. അതുകൊണ്ടാണ് സപ്ലയർ എന്ത് പറയുന്നത്, നിങ്ങൾ എപ്പോഴും പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യണം സപ്ലയർ പറയുന്നില്ലേ? ഇപ്പൊ KCB പറയുന്നില്ലേ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് ആണ് എന്ത്? KVA എന്ന് പറയുന്നത്. അപ്പൊ KVA പവർ ഫാക്ടർ നമ്മുടെ റിലേഷൻ ആണ് കോസ് ഫൈ ഈക്വൽ ടു KW ഡിവൈഡ് ബൈ KVA. അപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം KW ഒരു സാധനം KVA മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും സാറേ? 100 കിലോവാട്ട് എന്ന് പറഞ്ഞ ലോഡ് നിങ്ങൾക്ക് KVA മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? പവർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത്രേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ റിലേഷൻ. സിമ്പിൾ ആയിട്ടുള്ള റിലേഷനാ. അപ്പൊ റിയാക്റ്റീവ് പവർ കൺസ്യൂം ചെയ്യുന്നത് മാക്സിമം നമ്മൾ കുറച്ചാൽ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂടും. ഈ റിയാക്റ്റീവ് പവർ കൺസ്യൂം ചെയ്യുന്നത് ഇത്രയും, ഇപ്പൊ പകുതി, ഫോർ എക്സാമ്പിൾ ഒരു ഹാഫ് വരെ വന്നു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് ഡ്രോ ചെയ്യുന്ന കറണ്ട് കൂടും. അത്രയും കറണ്ട് ഡ്രോ ചെയ്യും. അത് ഒഴിവാക്കാനാണ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? കപ്പാസിറ്റർ പാനലും കപ്പാസിറ്ററൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് KCB പറയുന്നത് പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ KCBക്ക് നഷ്ടമാണ്, കൂടുതൽ കറണ്ട് തരേണ്ടി വരും. സിസ്റ്റത്തിൽ കൂടുതൽ കറണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അവർ പറയുന്നത് പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ അത് ഞാൻ ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആക്റ്റീവ് പവർ ആണ്, ലിക്വിഡ് കോളയാണ് യൂസ്ഫുൾ പവർ. അതാണ് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഫോം എന്ന് പറഞ്ഞ റിയാക്റ്റീവ് ആണ്, വേസ്റ്റഡ് പവർ ആണ്. അത് ഒരു വർക്ക് ഒന്നും ചെയ്യുന്നില്ല. മഗിസ് അപ്പാരന്റ് പവർ ടോട്ടൽ ഡിമാൻഡ്. അപ്പൊ അത് നിങ്ങൾ കുറക്കാനായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് ഞാൻ ലാസ്റ്റത്തെ 2 സെക്ഷൻ ഇച്ചിരി സ്പീഡിലാണ് പോയത്. നിങ്ങളെല്ലാം വർക്ക് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാനുണ്ടോ? ഒരു 10 മിനിറ്റ് നമുക്ക്. ഈ പവർ കപ്പാസിറ്ററിന്റെ ഡൈഇലക്ട്രിക്കൽ MBP APP അതേതാണ് നല്ലത്? അത് പറയും സാറേ, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയും. 2 ആപ്ലിക്കേഷൻ നമുക്ക് ഇനിയിപ്പോ നമ്മൾ ഒരു ഇതെല്ലാം കവർ ചെയ്യും. ട്രാൻസ്ഫോറും കപ്പാസിറ്ററും എർത്തിങ് മാത്രമേ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ ഫസ്റ്റ് അത് എടുക്കുക. ഒരു അരമണിക്കൂറിന് ഒരു ഹാഫ് ആൻ അവറിൽ നമുക്ക് അത് കവർ ചെയ്തിട്ട് നമുക്ക് ഒരു 1 അവർ ഡിസ്കഷൻ നമുക്ക് വെക്കാം. എന്താണ് ഈ പവർ ഫാക്ടർ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റിയാക്റ്റീവ് പവർ കൂടിക്കഴിഞ്ഞാൽ സിസ്റ്റത്തിന് ലോസ് ആണ്. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കപ്പാസിറ്റർ കണക്ട് ചെയ്തത്. ഈ മോട്ടോർ പോലെ കോൺസ്റ്റന്റ് പവർ എടുക്കുന്ന ലോഡിന് നമ്മൾ APFC കൊണ്ട് കാര്യമുണ്ടോ? APFC കൊണ്ട് കാര്യമുണ്ട് സാറേ. APFC റിലേ സെൻസ് ചെയ്തിട്ടല്ലേ അത് കോമ്പൻസേറ്റ് ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ഹെഡ് ഡിസ്ചാർജ് ഒരേ ലോഡിൽ വർക്ക് ചെയ്യുന്ന മോട്ടോർ ആണെങ്കിൽ എന്നാലും എങ്ങനെ വന്നാലും പവർ ഫാക്ടറിൽ ഒരു വേരിയേഷൻ വരും. APFC പാനൽ റിലേ വെച്ചിട്ട് ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ ഇഫ് റിക്വയർഡ് മാത്രമേ ഒരു കപ്പാസിറ്റർ അത് ഓൺ ആക്കുള്ളൂ. വോൾട്ടേജ് വേരി ചെയ്യുന്ന അനുസരിച്ച് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് മാറും. ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ അത് വോൾട്ടേജ് കുറയുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും. അത് മാറും. 415 വോൾട്ടേജ് ആണെങ്കിൽ ലൈൻ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്ത് അഡീഷണൽ ആഡ് ഓൺ ചെയ്യും. സാറേ 415 വോൾട്ടിൽ കിട്ടുന്ന കപ്പാസിറ്റൻസ് 440 വോൾട്ടേജിൽ കിട്ടുന്ന കപ്പാസിറ്റൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. സാറ് പറഞ്ഞ കറക്റ്റാ. ഇപ്പൊ APFC റിലേ എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ ഇതല്ല, മൈക്രോ പ്രൊസസർ ബേസ്ഡ് ആയതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് അത് സെൻസ് ചെയ്ത് മോണിറ്റർ ചെയ്തിട്ട് മാത്രമേ കപ്പാസിറ്റർ ഓൺ ആക്കിയും ഓഫ് ആക്കിയും കാര്യങ്ങളെല്ലാം അത് ചെയ്യുള്ളൂ.
ഫോർ എക്സാമ്പിൾ 5 kVAr കപ്പാസിറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും APMC പാനലിൽ. ഒരു കപ്പാസിറ്റർ 5 kVAr ഓൺ ആയി കഴിഞ്ഞാൽ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ പിന്നെ അത് വീണ്ടും ഓൺ ആവുള്ളൂ. അതുവരെ അടുത്ത കപ്പാസിറ്റർ ഓൺ ആവുള്ളൂ. അത്രയും എഫിഷ്യൻസിയിലാണ് അത് വർക്ക് ചെയ്യുക. പക്ഷേ അത് ഡിസ്ചാർജ് ആവണം. ആ ചാർജ് ആയിക്കണ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ കപ്പാസിറ്റർ പിന്നെയും അത് ചാർജ് ചെയ്യുള്ളൂ. നിഖിൽ സാറേ, സാർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമോ? വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടി അരുവിക്കര സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കുന്ന മഞ്ജു മാഡത്തിനെ ക്ഷണിക്കുന്നു. ഹലോ സർ. ഹലോ മാഡം. സാർ, നമ്മൾക്ക് ഇങ്ങനെ ഒരു സെഷൻ അറേഞ്ച് ചെയ്ത് കിട്ടിയതിൽ അതിലേക്കായിട്ട് സാറിൻ്റെ എഫേർട്ടും ടൈമും സ്പെൻഡ് ചെയ്തതിന് സാറിന് നന്ദി പറയുന്നു. കാരണം ഞങ്ങൾ ബഹുഭൂരിപക്ഷം പേരും സിവിൽ ഓർ മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എൻജിനീയേഴ്സാണ്. എൻജിനീയേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ബേസിക്കലി അതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്ലാന്റും പമ്പ് ഹൗസും ഒക്കെ ഉള്ള മിക്കവാറും എല്ലാ യൂണിറ്റ്സിലും ഈ ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഇതുപോലെ അനേകം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഇതിനെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് സാർ എടുത്ത ക്ലാസ്സുകൾ ഞങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്തെന്ന എഫ് ടീമിനും എടുത്ത സാറിനും പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ പാർട്ടിസിപ്പൻസിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. നിഖിൽ സാറേ ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ, ഓക്കെയാണ്. അപ്പൊ താങ്ക് യു ഓൾ. അപ്പൊ നമുക്ക് ഒരു 14th സെഷൻ വെക്കാം. അപ്പൊ നിഖിൽ സാർ ഒന്ന് കോർഡിനേറ്റ് ചെയ്താൽ മതി. നമുക്കൊന്ന് ട്രാൻസ്ഫോറും ബാക്കി കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ, അറിയിക്കാം.